ക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. വീണ്ടും നാം ദൈവസന്നിധിയിലായിരിക്കുന്നു. കർത്താവിൻ്റെ മഹാകൃപ നമ്മെ ഓരോ ദിവസവും നടത്തുന്നു. തൻ്റെ വചനത്തിലും തൻ്റെ ആത്മാവിലും നമ്മെ പുഷ്ടിയുള്ളവരാക്കി സമ്പന്നരാക്കി ഓരോ ദിവസവും അവിടുന്ന് പരിപാലിക്കുകയാണ്. ആ മഹാകൃപയ്ക്കായിട്ട്, ആ കരുതലിനായിട്ട് ഞാൻ ഒരിക്കൽ കൂടെ ദൈവസന്നിധിയിൽ സ്തുതിയും ബഹുമാനവും ആധിപത്യവും അർപ്പിക്കുകയാണ്. ന്യൂസിലാൻഡിലെ നമ്മുടെ കൂട്ടു സഹോദരങ്ങൾക്കായി സ്തോത്രം. അവിടെ സഭയായി അവരെ കർത്താവ് നടത്തുന്നു. എല്ലാ കുടുംബങ്ങൾക്കായും സ്തോത്രം. അതുപോലെ പല ദേശങ്ങളിൽ രാജ്യങ്ങളിൽ ഇരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം എല്ലാവരും അതാതിടങ്ങളിൽ ക്ഷേമത്തോടായിരിക്കുന്നു. കഴിഞ്ഞ കുറേ കാലങ്ങളായി നാം സമാഗമന കൂടാരത്തിൻ്റെ പഠനത്തിലായിരുന്നു. അങ്ങനെ ആ പഠനം അതിൻ്റെ ഏതാണ്ടൊരു അവസാനത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അതിലൊത്തിരി കാര്യങ്ങൾ ഇനിയും പറയാൻ പെൻഡിങ്ങിലുണ്ട്. അങ്ങനെ അതിൽ നിന്ന് പതിയെ പുറത്തേക്ക് കടന്നു വന്ന യെരൂശലേം ദൈവാലയത്തിൻ്റെ ചുറ്റുമതിലിനെ കുറിച്ച് അല്പം കാര്യങ്ങളെ പറയാനിടയായി. അങ്ങനെ നെഹമ്യാവിൻ്റെ പുസ്തകത്തിലേക്ക് വന്ന് ആ മതിലിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്താണ് മറ്റു ചില കാര്യങ്ങൾ കടന്നു വരികയും അങ്ങനെ നമ്മുടെ ശ്രദ്ധ അതിലേക്ക് തിരിക്കാനിടയാവുകയൊക്കെ ചെയ്തത്. ക്രിസ്തീയ ലോകത്തെ പ്രധാനപ്പെട്ട ഗ്രൂപ്പുകൾ ഒത്തിരി ഉണ്ടല്ലോ. അതിൽ മേൽപ്പട്ടക്കാരും അവരുടെ പ്രധാനികളുമായ ആളുകളൊക്കെ ചില സമയങ്ങളിലൊക്കെ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റുകൾ, ആ സ്റ്റേറ്റ്മെൻറ്റുകളും അവർ അനുവർത്തിച്ച ചില കാര്യങ്ങളുമൊക്കെ ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിലല്ല. അതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ നമുക്കങ്ങനെ പ്രതികരിക്കേണ്ടി വന്നു. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ചില ആഴ്ചകൾ തന്നെ മുൻപോട്ട് പോയി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് ഈ ഈസ്റ്ററും പെസഹായും ഒക്കെ കടന്നു വരുന്നത്. അങ്ങനെ കർത്താവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ചും ചില കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതെല്ലാം പറഞ്ഞ് മുൻപോട്ട് വന്ന് അതിൻ്റെ ഒടുവിൽ അവർ അനുഷ്ഠിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ദുഃഖവെള്ളിയാഴ്ചയോടുള്ള ബന്ധത്തിൽ അവർ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യമാണ് സ്ലീബാവണക്കം. അപ്പോൾ ആ സ്ലീബാവണക്കത്തെക്കുറിച്ചൊക്കെ നമ്മളിങ്ങനെ പറയുമായിരുന്നു. അതെല്ലാം പറഞ്ഞ് വന്ന് കഴിഞ്ഞ ആഴ്ച പൊതുവായ കുറേ കാര്യങ്ങൾ പറഞ്ഞാണ് തുടങ്ങിയത്. തുടങ്ങിയിട്ട് നമ്മൾ വീണ്ടും ജനനം എന്നൊരു വിഷയത്തിലേക്ക് കയറി. മുന്നമേ നമ്മളിവിടെ വീണ്ടും ജനനം പറഞ്ഞിട്ടുള്ളവരാണ്. നിങ്ങളിൽ പലരും ആ കാര്യങ്ങളൊക്കെ അറിയുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ള മനുഷ്യരാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുകയും ചെയ്തു, ഒത്തിരി ആളുകൾ നമ്മളെ ശ്രമിക്കുന്നുണ്ട്. ഈ കാലത്ത് പുതുതായിട്ട് ഒത്തിരി ആളുകൾ പല ക്രിസ്ത്യൻ ഗ്രൂപ്പുകളിൽ നിന്ന് ഇവരെന്താ പറയുന്നതെന്ന് അറിയാൻ വേണ്ടി ഉറ്റുനോക്കുന്നുണ്ട്. ചിലർ ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം. ആയിക്കോട്ടെ, ഏത് വിധത്തിലാണേലും പൗലോസ് പറഞ്ഞാലും അവർ കേൾക്കുന്നുണ്ടല്ലോ, അല്ലേ? അവർ പറയുന്നുണ്ടല്ലോ എന്നല്ല ഞാൻ പറയുന്നു, അവർ കേൾക്കുന്നുണ്ടല്ലോ. കേൾക്കട്ടെ. അപ്പോൾ അങ്ങനെ കേൾക്കുന്നു. ചിലത് കുടം കമത്തി വെച്ചിട്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒന്ന് നിവൃത്തി വെച്ചാൽ നല്ലതായിരുന്നു നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ചില ഷാഡ്യങ്ങളുണ്ടല്ലോ. എല്ലാ മനുഷ്യരും അങ്ങനെ ഞങ്ങളുടേതാണ് ശരി, ഞങ്ങളുടേതാണ് കൃത്യതയുള്ള കാര്യങ്ങളെന്നൊക്കെയാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഞാൻ നമ്മുടെ മെസ്സേജിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആമുഖത്തിൽ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അതായത് ഇന്നത്തെ ഈ നവ ലിബറൽ ആശയങ്ങൾ, ഈ ന്യൂജൻ പെറ്റിക്കോസ് ഗ്രൂപ്പുകളിലൊക്കെയുള്ള ഒത്തിരി വചനവിരുദ്ധമായ കാര്യങ്ങൾ, നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ വിമർശനാത്മകമായി നോക്കിക്കണ്ട് പഠിക്കുകയും അതിനെ വിമർശിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ്. തെറ്റായ കീഴ്വഴക്കങ്ങളെ, അങ്ങനെ ആ കാര്യങ്ങളെയൊക്കെ ക്രിട്ടിസൈസ് ചെയ്യാൻ അഥവാ വിമർശിക്കാൻ പാകത്തിന് നമ്മൾ എങ്ങനെയാണ് പ്രാപ്തരായത്? നമ്മുടെ കയ്യിലുള്ള ഈ തിരുവെഴുത്താണ്. ഈ തിരുവെഴുത്ത് കയ്യിലില്ലെങ്കിൽ നമ്മൾ എന്ത് പറയും ഇതിനൊക്കെ? അതൊക്കെ ഓരോരുത്തരുടെ ആചാരങ്ങളാണെന്ന് പറഞ്ഞ് അവർക്ക് തടി തപ്പാൻ പറ്റും. ഞങ്ങൾക്ക് ആത്മാവ് ഇപ്പോൾ ഇങ്ങനെയാണ് തന്നത്. അപ്പോൾ നമുക്കൊന്നും ചോദിക്കാൻ പറ്റുമോ? പരിശുദ്ധാത്മാവ് ഈ ആഴ്ച ഇങ്ങനെയായിരിക്കും ഓരോരുത്തർക്ക് വെളിപ്പാട് കൊടുക്കുന്നത്. അപ്പോൾ അടുത്ത ആഴ്ച വേറെ രീതി പറയുമ്പോൾ അവൻ പറയുകയാണ് ഈ ആഴ്ച പരിശുദ്ധാത്മാവ് ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരുവൻ ചെയ്തതിൻ്റെ നേരെ ഘടകവിരുദ്ധമാണല്ലോ. ഒന്നും പറയാൻ പറ്റില്ല. ആത്മാവ് ഇങ്ങനെ അവർക്ക് ബോധിച്ചതുപോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അതേസമയം നമുക്കൊരു മെഷറിങ് റോഡ് തന്നിട്ടുണ്ട്. ഒരു മെഷറിങ് റോഡ്, അതാണ് ഈ കയ്യിലിരിക്കുന്ന തിരുവെഴുത്ത്. ഇതില്ലെങ്കിൽ ഇരട്ടി തപ്പാന്നല്ലേ ഉള്ളൂ, അല്ലേ? എത്രയോ ആചാര മര്യാദകളാണ് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മുടെ ദേശത്തെ ഹൈന്ദവരുടെ ഒരു പ്രധാനപ്പെട്ട ആചാരമായിരുന്നു സതി എന്ന് പറയുന്നത്. സതി എന്താണെന്നൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. അത് കാലാന്തരത്തിൽ അവർക്ക് പരിഷ്കരിക്കേണ്ടി വന്നു. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ എപ്പിസ്കോപ്പൽ സഭകളിൽ പ്രധാനപ്പെട്ടതാണ് കാത്തലിക് ആൻഡ് ഓർത്തഡോക്സ്, അല്ലെങ്കിൽ ഓർത്തഡോക്സ് സമൂഹം ഒന്നടങ്കം. ആ ഗ്രൂപ്പുകളുടെ ഇടയിലുള്ളൊരു പ്രധാനപ്പെട്ട ആചാരമാണ് കുമ്പസാരം. അത് ബൈബിളിലുണ്ടോയെന്നൊക്കെ ചോദിച്ചാൽ
ബൈബിളിൽ ആരും ശുശ്രൂഷകരോട് പോയി കുമ്പസാരിച്ചായിട്ട് നമ്മൾ കാണുന്നില്ല. ജനം ദൈവത്തോട് സംസാരിക്കാൻ പാകത്തിന് കാലങ്ങൾ മാറി മറിഞ്ഞൊരു കാലമാണ് പുതിയ നിയമകാലം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു കാലത്ത് അപ്പോസ്തലന്മാരാരും അങ്ങനത്തെ ഒരു പ്രാക്ടീസ് പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. അപ്പോൾ ഇവരെല്ലാം അത് തുടരുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുന്നു, ഒരു സമയം കഴിഞ്ഞാൽ ഇവർക്കിത് നിർത്തേണ്ടി വരും. ഇപ്പോൾ 5 അച്ഛന്മാർ കൂടി കുമ്പസാരത്തിൻ്റെ ആ അടിവേരെ പിടിച്ചിട്ടൊന്ന് കുലിക്കായിരുന്നു. 5 അച്ഛന്മാർ കൂടിയേ. ഇനി ഒരു 5 അച്ഛന്മാരും കൂടെ വിചാരിച്ചു കഴിഞ്ഞാൽ കുമ്പസാരം എന്ന് പറയുന്ന സാധനം കുംഭത്തിനകത്ത് ഇട്ട് വെച്ച് അടച്ചു വെക്കേണ്ടി വരും. കുംഭം എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായോ? അങ്ങനെ ഒരു സാധനമുണ്ട്. അപ്പോൾ അതിനകത്തിട്ട് വെച്ച് അടയ്ക്കേണ്ടി വരും. ചരിത്രത്തിൽ ഒരു ഓർമ്മയായിട്ട് അവശേഷിക്കും കുമ്പസാരം. അപ്പോൾ അത് ദൈവികമാണ്, വചനപ്രകാരമാണെങ്കിൽ ഒരു കാലത്തും അടച്ചു വെക്കേണ്ട കാര്യം വരില്ലല്ലോ. അതെല്ലാ കാലവും തുടർന്നു പോകാൻ കഴിയുന്ന കാര്യമാണ്. ദൈവികമാണ്, ബിബ്ലിക്കലാണെങ്കിൽ അത് തുടർന്നു പോകാൻ കഴിയും. അപ്പം തന്നെ അതിന് വലിയ ചർച്ചകളും വലിയ ബഹളങ്ങളും തന്നെ ഉണ്ടായി, വലിയ ബഹളങ്ങളും. ഓക്കെ, ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവികമല്ലാത്ത കാര്യങ്ങൾ നിലനിൽക്കില്ല, അതിന് വിഘ്നം സംഭവിക്കും. അപ്പോൾ കഴിഞ്ഞ ദീർഘമായ വർഷങ്ങൾ അങ്ങനെ നിന്നല്ലോ എന്ന് പറഞ്ഞാൽ, ദീർഘമായ വർഷങ്ങൾ ഈ കാലഘട്ടത്തിലെ പോലെ, ഈ കാലഘട്ടം ഒരു പ്രത്യേകതയുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ കാലത്തിൻ്റെ പ്രത്യേകത, ഇത് സാമൂഹ്യമായി ജനം ഉണർന്ന ഒരു കാലമാണ്. മീഡിയകൾ, അതുപോലെ ഡിജിറ്റൽ സംവിധാനങ്ങൾ, ടെക്നോളജി വളർന്നു. ഒരു രാഷ്ട്രീയക്കാരൻ ഇവിടെ ഒരു മണ്ടത്തരം പറഞ്ഞു കഴിഞ്ഞാൽ അത് റെക്കോർഡ് ചെയ്യപ്പെടുക. അവൻ അടുത്ത സ്ഥലത്ത് ചെന്നിട്ട് അതിന് ബദൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം കാണിച്ചു കൊടുക്കാൻ പറ്റും. അങ്ങനെയല്ലേ? എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യപ്പെടുന്നൊരു കാലമാണ്. റെക്കോർഡിംഗ് ഉള്ളൊരു കാലമായതുകൊണ്ട് പല കാര്യങ്ങളും വിമർശന വിധേയമാകുന്ന കാലമാണ്. നമ്മളുടെയൊക്കെ പ്രസംഗങ്ങളാകട്ടെ, നമ്മളുടെ രീതികളാകട്ടെ, ആളുകൾ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും. പറഞ്ഞു വരുന്നതിൻ്റെ സാരം, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞ കാര്യത്തോടൊക്കെയുള്ള ബന്ധത്തിൽ നമ്മുടെ യൂട്യൂബ് സഹോദരങ്ങൾ പലരും യൂട്യൂബിൽ കൊണ്ടുപിടിച്ച കമൻസൊക്കെ ആയിട്ട് വന്നു. കുറേ കാര്യത്തിനൊക്കെ ഞാൻ മറുപടികളൊക്കെ പറഞ്ഞു. കുറേ കഴിഞ്ഞപ്പോൾ ഞാനും മടുത്തുപോയി. കാരണം നമ്മൾ എന്താണോ അങ്ങോട്ട് പറയുന്നത് അത് അവർ മനസ്സിലാക്കുന്നില്ല. ഒരു ശത്രുത പോലെയാണ് ചിലർ പെരുമാറുന്നത്. നമ്മൾ മനുഷ്യരല്ലേ, സമസൃഷ്ടങ്ങളല്ലേ. അപ്പം നമ്മൾ നമ്മുടെ ആശയം ഉയർത്തുന്നു, അവർക്ക് അവരുടെ ആശയം പറയാം. ഇന്നത്തെ ഈ സാങ്കേതിക വിദ്യയുടെ എല്ലാ കാര്യങ്ങളും എനിക്കറിയില്ല. ഞാനിവിടെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യുന്ന മെസ്സേജിനടിയിൽ ആളുകൾ കമൻ്റ് എഴുതും, അത് ഡിലേറ്റായി പോവും, അത് യൂട്യൂബിൻ്റെ പ്രോബ്ലം ആണെന്നും പറഞ്ഞ് ഈ അടുത്തിടയ്ക്ക് നമുക്ക് യൂട്യൂബിൽ നിന്ന് തന്നെ ഒരു മെസ്സേജ് വന്നു. അത് ഞങ്ങൾ വലിയ താമസമില്ലാതെ പരിഹരിക്കും, ഞങ്ങളുടെ ടീം അതിനു വേണ്ടി പ്രവർത്തിക്കുന്നു ഏതാണ്ടൊക്കെ പറഞ്ഞാൽ അത് വന്നത്. അപ്പം നമ്മൾ മറുപടി കൊടുക്കുന്ന കമൻസ് പോലും ചിലപ്പോൾ കാണില്ല. അതെന്തോ ടെക്നിക്കൽ പ്രോബ്ലമാണ്. ഉടനെ വന്നങ്ങ് എഴുതുന്ന എഴുത്ത് കണ്ടു കഴിഞ്ഞാൽ അത് പറയാൻ പറ്റില്ല, അതുപോലത്തെ രീതിയിലാണ് എഴുതുന്നത്. അതുപോലെ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ വീണ്ടും ജനനത്തോടുള്ള ബന്ധത്തിൽ അതിനൊക്കെ പല മറുപടികളും പല കാര്യങ്ങളും ഒക്കെ ആയിട്ട് വന്നു. അപ്പോൾ അതിന് ചിലർ പറയുന്നത് എനിക്ക് എന്തോ വട്ടുണ്ടെന്നുള്ള രീതിയിലാണ് ഒരു ഓർത്തഡോക്സുകാരി സഹോദരി പറയുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുന്നതെന്ന്. അതായത് കഴിഞ്ഞ ആഴ്ച ഞാൻ പ്രസംഗിച്ചല്ലോ, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യം കാണാൻ കഴിയില്ലെന്ന്. അത് ചെറിയ വട്ടമുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നതാണ് ഓർത്തഡോക്സുകാരി സഹോദരിയുടെ മതം, എന്നുവെച്ചാൽ പുള്ളിക്കാരുടെ അഭിപ്രായം. നമ്മൾ വളരെ സ്പഷ്ടമായിട്ടാണ് പറഞ്ഞത്. ആ വിഷയം നമ്മൾ ആരംഭിച്ച് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്നാണ്, 3-ാം അധ്യായത്തിൽ നിന്ന്. 3-ാം അധ്യായത്തെക്കുറിച്ച് നമ്മൾ കിട്ടുന്ന അവസരത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. വളരെ സീരിയസ് ആയ ഒരു അധ്യായമാണ്. നിക്കോദീമോസുമായിട്ടുള്ള ആ സംസാരം, അവിടെ കർത്താവ് വ്യക്തമായി പറയുന്ന പ്രധാനപ്പെട്ട വാക്യങ്ങളുണ്ട്. അവിടെ വളരെ പ്രധാനപ്പെട്ട വാക്യങ്ങളുണ്ട്. അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം, 5-ാം വാക്യം, പിന്നെ താഴേക്ക് വരുമ്പോൾ 8-ാം വാക്യം, അങ്ങനെയൊക്കെയുണ്ട് വാക്യങ്ങൾ. അപ്പോൾ ആത്മാവിനാൽ ജനിക്കപ്പെട്ടവൻ അവൻ്റെ സഞ്ചാരം എങ്ങനെയായിരിക്കും, ആത്മാവ് അവനെ എങ്ങനെ നയിക്കും എന്നുള്ള കാര്യം 8-ാം വാക്യത്തിലുള്ളത്. അപ്പോൾ ആത്മാവിനാൽ ജനിക്കപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ ആത്മാവ് അവനെ നിയന്ത്രിക്കുന്നതും കൊണ്ടു നടക്കുന്നതും ഒക്കെ നമുക്ക് ആ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കാം. എന്നാൽ ഇവിടെ ശിശുക്കളെ സംബന്ധിച്ച് അവരെ മാമോദീസായ്ക്ക് ശേഷം നിയന്ത്രിക്കുന്നത് പരിശുദ്ധാത്മാവാണോ? അവരുടെ അമ്മയപ്പന്മാരാണ് നിയന്ത്രിക്കുന്നത്. അമ്മ എപ്പോഴും എടുത്ത് തോളത്ത് വെച്ചുകൊണ്ട് കിടക്കും. അമ്മയാണ് കുഞ്ഞിനെ കൊണ്ടു കിടക്കുന്നത്, കൈകാര്യം ചെയ്യുന്നതൊക്കെ. പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടത്തിന് അവരെ ചലിപ്പിക്കാൻ കഴിയുമോ? പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടത്തിന് അവരെ ചലിപ്പിക്കാൻ കഴിയുന്നൊരു കാലം വരും. അവർക്ക് കാര്യങ്ങളെ തിരിച്ചറിയുവാൻ കഴിയുന്നൊരു സമയമുണ്ട്. ഭേദാഭേദങ്ങളെ തിരിച്ചറിയുവാൻ കഴിയുന്നൊരു കാലമുണ്ട്. അതിനൊരു 10-12 വയസ്സൊക്കെ കഴിയണ്ടേ?
അല്ലെങ്കിൽ അതിന് താഴെയോ മുകളിലോ ഏതോ ഒരു സമയങ്ങളുണ്ട് ഓരോരുത്തർക്കും. ആ സമയങ്ങളൊക്കെ ആകുമ്പോഴാണ് അവർക്ക് കാര്യങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്നത്. ഓക്കെ, നമ്മൾ 3-ാം അധ്യായത്തിൽ നിന്ന് തുടങ്ങി വെച്ച് വീണ്ടും ജനനത്തിന് കർത്താവ് പറഞ്ഞ ആ കാര്യമുണ്ട്, വെള്ളത്താലും ആത്മാവിനാലും. അത് 2 കാര്യമല്ല, ഒരു കാര്യമാണ്. വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണമെന്ന്. വെള്ളം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനമാണ്. പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ വചനമാകുന്ന വിത്ത് ഒരുവൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നാണ് അവന് വീണ്ടും ജനനാനുഭവം കൊടുക്കുന്നതെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. പരിശുദ്ധാത്മാവ് വചനമാകുന്ന വിത്ത് ഒരുവൻ്റെ ഉള്ളിൽ, അതായത് കെടാത്ത ബീജം, നശിച്ചു പോകാത്ത വിത്ത്, ഒരിക്കലും നശിക്കാത്ത വിത്ത്. അപ്പോൾ ആ ജീവൻ, ആ വിത്തിനകത്ത് ജീവൻ ഇരിക്കുകയാണ്. ആ ജീവൻ ഒരുവൻ്റെ അകത്തേക്ക് വന്നാൽ അത് നിത്യജീവനാണ്. അങ്ങനെ ആ വിത്ത് അകത്ത് വന്നു കഴിയുമ്പോൾ അവൻ വീണ്ടും ജനിച്ചിരിക്കുകയാണ്. പിന്നെ യാക്കോബിൻ്റെ ലേഖനത്തിൽ നിന്ന്, അങ്ങനെ കൊരിന്ത് ലേഖനത്തിൽ നിന്നൊക്കെ നമ്മൾ കണ്ടു, സത്യത്തിൻ്റെ വചനത്താൽ ജനിപ്പിച്ചിരിക്കുന്നു, ഇവിടെ വന്നപ്പോൾ സുവിശേഷത്താൽ ജനിപ്പിച്ചിരിക്കുന്നു. ഇങ്ങനെയെല്ലാമാണ് അപ്പോസ്തലന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. നോക്കണം, പത്രോസ് പറഞ്ഞു, യാക്കോബ് പറഞ്ഞു, പൗലോസ് ലീഗ പറഞ്ഞു, യോഹന്നാൻ പറഞ്ഞു. എല്ലാ അപ്പോസ്തലന്മാരും പറയുകയാണ് ഇങ്ങനെയാണ് വീണ്ടും ജനനമെന്ന്, വളരെ സ്പഷ്ടമായിട്ട് പറയുകയാണ്. വീണ്ടും ജനനത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, വേർപെട്ട ദൈവജനങ്ങളുടെ ഇടയിലാണ് ഈ ഒരു ടീച്ചിങ് ഉള്ളത്. അതേസമയം ബാക്കിയുള്ളവരുടെ ഇടയിൽ, എപ്പിസ്കോപ്പൽ സഭകളുടെ ഇടയിൽ അവർക്ക് ആ ടീച്ചിങ് ഇനി മാറ്റാൻ കഴിയില്ല. കാലങ്ങളായിട്ട് അനുവർത്തിക്കുന്ന ആ ടീച്ചിങ് ഇനിയിപ്പോൾ എത്ര വലിയ വെളിപ്പാട് പരിശുദ്ധാത്മാവ് കൊടുത്തെന്ന് പറഞ്ഞാലും, ഗബ്രിയേൽ നേരിട്ട് വന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇനി തിരുത്താൻ കഴിയില്ല, ഒരിക്കലും തിരുത്താൻ കഴിയില്ല. പാപമോചനത്തിനുള്ള മാമോദീസ ഒന്ന് മാത്രമെന്ന് കാലങ്ങളായി ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി അത് എവിടെ കൊണ്ടിട്ട് മാറ്റും? അപ്പം മാമോദീസായിൽ പാപം മോചിക്കുന്നു, മാമോദീസായിൽ വീണ്ടും ജനിക്കുന്നു. മാമോദീസായിൽ എന്ന് പറയുമ്പോൾ മാമോദീസായ്ക്ക് വേണ്ടി കടന്നു വരുമ്പോൾ ഉള്ള മാമോദീസ തൊട്ടിയുണ്ട്. മാമോദീസ തൊട്ടി, നമ്മുടെ ഓർത്തഡോക്സിൽ ഒരു അച്ഛൻ പറയുന്ന പോലെ അത് ഒറ്റക്കല്ലിലാണ് ആ മാമോദീസ തൊട്ടി തീർത്തിരിക്കുന്നത് പണ്ട് കാലത്ത്. ഇപ്പോഴൊക്കെ അത് പ്ലാസ്റ്റിക്കിൻ്റെയോ വേറെ ഏതെങ്കിലും ഇരുമ്പിൻ്റെയോ ഒക്കെ ആയിരിക്കും പല സ്ഥലത്തും. അപ്പോൾ ആ ഒറ്റക്കല്ലിൽ തീർത്തിരിക്കുന്ന ആ മാമോദീസ തൊട്ടി അത് കാണിക്കുന്നത്, വിളിച്ചു പറയുന്നത്, റിഫീദീമിലെ പാറയടിച്ചപ്പോൾ ആ പാറയിൽ നിന്ന് തെളിനീരുറവ പുറത്തേക്ക് വന്നല്ലോ, ആ പാറയാണ്, ആ തീക്കൽ പാറയാണ് ഈ മാമോദീസയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന മാമോദീസ തൊട്ടി, ആ കല്ലെന്നാണ് പറയുന്നത്. എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ബൈബിളുമായിട്ട് ഇതിന് എന്താ ബന്ധം എന്നുള്ളത് എങ്ങനെ കണക്ട് ചെയ്യുമെന്ന് അറിയില്ല. നമ്മൾ പഴയ നിയമവും പുതിയ നിയമവും കൂടെ ചേർത്ത് വെച്ച് പഠിക്കുമ്പോൾ പുസ്തകത്തിൽ നമ്മൾ കാണുന്ന 2 പ്രധാനപ്പെട്ട മുൻകുറികളാണ്. ഒന്ന്, നോഹയുടെ കാലത്ത് ആ അല്പജനം എന്ന് വെച്ചാൽ 8 പേര് വെള്ളത്തിൽ കൂടി രക്ഷപ്പെട്ടു എന്നുള്ളത് സ്നാനത്തിനൊരു മുൻകുറിയാണ്. രണ്ടാമത് നമ്മൾ കാണുന്നത് ഇസ്രായേൽ മിസ്രൈം വിട്ട്, അഥവാ ഈജിപ്ത് വിട്ട് മുൻപോട്ട് മാർച്ച് ചെയ്ത് ചെങ്കടൽ കടക്കുമ്പോൾ അത് സ്നാനത്തിനൊരു മുൻകുറിയായിട്ടാണ് പറയുന്നത്. അങ്ങനെ ചെങ്കടൽ ക്രോസ് ചെയ്ത് മറുകര വന്നു, വിൽഡർനെസ്സിലെത്തി. അവിടുത്തെ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് മാറയാണ്. മാറ, അത് കഴിഞ്ഞ് എലീം, റഫീദീം, പിന്നെ ഹോരേബ്, ഇങ്ങനെ ആ റൂട്ട് പോകുന്നത്, അതിലെ ഓരോ ജംഗ്ഷനുകൾ അല്ലെങ്കിൽ ഓരോ പോയിൻറ്റ്സ്. അപ്പോൾ അതിൽ മുൻപോട്ട് പോയി കഴിയുമ്പോൾ വരുന്ന ഒരു സ്ഥലമാണ് റഫീദീമി വെച്ചിട്ടാണ് വെള്ളത്തിൻ്റെ ആവശ്യത്തിന് മോശയോട് പറഞ്ഞത് പാറയെ അടിക്ക്. അങ്ങനെ പിളർക്കപ്പെട്ട പാറയിലൂടെ ദാഹജലം പുറത്തേക്ക് വന്ന കാര്യം നമ്മൾ കാണുന്നത്. അത് സ്നാനവുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യുന്നു ഒരു പിടിയും കിട്ടുന്നില്ല. ആ പാറ സ്നാനത്തിനൊരു മുൻകുറിയാന്നൊക്കെ പറഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഒരർത്ഥത്തിൽ യോജിക്കാൻ കഴിയുന്ന കാര്യമല്ല. അപ്പോൾ അങ്ങനെ പഴയ നിയമവും പുതിയ നിയമവും കൂടെ നമ്മൾ ചേർത്ത് വെച്ച് പഠിച്ചു വരുമ്പോൾ വീണ്ടും ജനനത്തിന് വചനമാകുന്ന വിത്ത് ഒരുവൻ്റെ അകത്ത് വന്നാണ് വീണ്ടും ജനിക്കുന്നത്. അതല്ലാതെ ഈ പറയപ്പെട്ട മാമോദീസ തൊട്ടിയിൽ ഒഴിക്കുന്ന വെള്ളം നല്ല തെളിനീരാണ് ഒഴിക്കുന്നത്. ഈ പെന്തിക്കോസ്തുകാരൊക്കെ പോയി മുങ്ങുന്ന കുളത്തിലെയോ പുഴയിലെയോ പോലത്തെ വെള്ളമല്ല, ഫിൽറ്റർ ചെയ്ത വെള്ളമല്ലേ, നല്ല അസല് കണ്ണുനീര് പോലെയുള്ള വെള്ളം എന്ന് പറയും. അപ്പോൾ അങ്ങനത്തെ വെള്ളം കൊണ്ട് ഒഴിക്കുന്നത്. ആ വെള്ളത്തിലേക്കാണ് മൂറോൻ. ഇവിടെയൊക്കെ ഭയങ്കര ഡിസ്പ്യൂട്ടുകളുണ്ട്, നമുക്ക് ചെറുതല്ലാത്ത ഡിസ്പ്യൂട്ടുകളുണ്ട്. അപ്പോൾ ഈ ഡിസ്പ്യൂട്ടുകൾ നമ്മുടെ ഉള്ളിൽ വന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, പരിശുദ്ധാത്മാവ് നമുക്ക് പാപബോധം തന്ന് കണ്ണ് തുറന്ന് വചനം ഗ്രഹിക്കാനുള്ള പ്രാപ്തി തന്നത് നിമിത്തമാണ്. ഒരു കാലത്ത് നമ്മളും പുറപ്പാട് പുസ്തകമൊക്കെ വായിച്ചിട്ടുള്ളവരാ അല്ലേ? വായിച്ചപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അഭിഷേക തൈലം ഉണ്ടാക്കുന്ന കാര്യം 30-ാം അധ്യായത്തിലുണ്ട്. അഭിഷേക തൈലം ഉണ്ടാക്കണം, അത് ഇങ്ങനെയാണ്, അതിൻ്റെ യോഗപ്രകാരം ഉണ്ടാക്കണം, അതൊന്നും തെറ്റാൻ പാടില്ല, അതിലെ എല്ലാ ചേരുവകളും കൃത്യമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. ആ കാര്യങ്ങൾക്കൊന്നും മാറ്റം വരാൻ പാടില്ല.
അത് തന്നെയല്ല, അത് ഉണ്ടാക്കാൻ പറഞ്ഞ ആളുകൾ ആരാണോ അവരല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടാക്കിയാൽ അവനെ ജനത്തിനിടയിൽ നിന്ന് ഛേദിച്ചു കളയണമെന്നാണ് പറയുന്നത്. ഇസ്രായേൽ ഗോത്രത്തിൽ ആർക്കാണോ അത് ഉണ്ടാക്കാനുള്ള അധികാരം ലഭിച്ചിരിക്കുന്നത് അവരല്ലാതെ വേറെ ആരും ഉണ്ടാക്കാനും പാടില്ല. ഈ തൈലം അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് അഭിഷേകവുമായി ബന്ധപ്പെട്ടിട്ടാണ് അവിടെ നിൽക്കുന്നത്. അതായത് ആലയത്തിൽ പല കാര്യങ്ങളും അഭിഷേകം ചെയ്യാൻ, പുരോഹിതനെ അഭിഷേകം ചെയ്യാൻ, രാജാവിനെ അഭിഷേകം ചെയ്യാൻ, പ്രവാചകനെ അഭിഷേകം ചെയ്യാൻ എന്നു വേണ്ട, അങ്ങനെ പല കാര്യങ്ങളെയും അഭിഷേകം ചെയ്യാനായിട്ട് അഭിഷേക തൈലം ഉപയോഗിക്കും, പല കാര്യങ്ങളും. അപ്പോൾ അതിൻ്റെ മെത്തേഡ് നമ്മൾ നോക്കുമ്പോൾ അഭിഷേക തൈലം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ആ തൈലക്കൊമ്പിലെടുത്തിട്ട് രാജാക്കന്മാരുടെ തലയിൽ ഒഴിക്കും, പുരോഹിതന്മാരുടെ തലയിൽ ഒഴിക്കും. അങ്ങനെ തലയിലൂടെ അത് താഴേക്ക് ഒഴുകി വരും, അത് വേറെ കാര്യം. പക്ഷേ ഈ അഭിഷേക തൈലം എടുത്തിട്ട് യഹൂദന്മാരുടെയോ ഇസ്രായേലുകാരുടെയോ ആരുടെയും പിള്ളേരുടെയോ വലിയവരുടെയോ പുരോഹിതന്മാരുടെയോ ആരുടെയും നെറ്റിയിൽ പൂശുകയോ ശരീരത്തിലെ ഏതെങ്കിലും ഭാഗത്തോ 5 സ്ഥലത്ത് പൂശും. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു 4-5 തുള്ളി ഡ്രോപ്പായിട്ട് ഈ മൂറോൻ മാമോദീസ തൊട്ടിയിലേക്ക് ഒഴിക്കും. അതൊഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കൊച്ചിനെ അതിനകത്ത് മാമോദീസ മുക്കിയെടുക്കുമ്പോൾ മുക്കിയെടുക്കുന്നത് നമുക്കിന്നൊന്ന് കാണാം. പല രീതിയിലുള്ള മുക്കിയെടുക്കൽ. അപ്പോൾ അതിനെക്കുറിച്ച് 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ അങ്ങനെ മുക്കിയെടുത്തതിന് ശേഷം ഇപ്പോൾ ഈ അടുത്ത ദിവസം അതൊരു ഒരു ഒരു വലിയ ഡിസ്പ്യൂട്ടായിട്ട് അവരുടെ ഇടയിൽ ഓർത്തഡോക്സുകാരുടെ ഇടയിൽ അവരുടെ ഇടയിലുള്ളൊരു സഹോദരി അവരുടെ ഈ രീതികളെയൊക്കെ ചോദ്യം ചെയ്തു. അതായത് ഏതൊരു പ്രായമുള്ളൊരു അച്ഛൻ പറഞ്ഞു, ഇത് ഇങ്ങനെ ഈ കാര്യം കഴിഞ്ഞിട്ട് ഈ കൊച്ചിൻ്റെ മേത്ത് ഈ മൂറൻ പൂശുമല്ലോ, ഈ 4-5 സ്ഥലത്ത് ഇത് പൂശുക മീൻസ് തൂക്കുക, അല്ലെങ്കിൽ ടച്ച് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഈ കൊച്ചിൻ്റെ ശരീരത്തിൽ ഇത് പൂശിയൊക്കെ വിട്ടിട്ട് ഈ കുഞ്ഞിനെ പിന്നെ ജാതികളായ ആരുടെയും കയ്യിൽ കൊടുക്കാൻ പാടില്ല. ഇവിടെ ഇരിക്കുന്ന നിങ്ങളെപ്പോലെയുള്ള ഒരു ജാതിയുടെ കയ്യിൽ ഈ കൊച്ചിനെ തരാൻ പാടില്ല. ആ കുഞ്ഞിൻ്റെ അമ്മയപ്പന്മാരും ഓർത്തഡോക്സി മുറുകെ പിടിക്കുന്ന അവരല്ലാതെ വേറൊരാൾ ഈ കൊച്ചിനെ സ്പർശിക്കാൻ പാടില്ല. കാരണം ഈ കൊച്ചിന് മേൽ പൂശിയിരിക്കുന്ന ആ ക്രിസം ഓയിൽ, അതായത് മൂറോവൻ, ആ ക്രിസം ഓയിൽ വേറെ ആളുകളുടെ ശരീരത്തിൽ സ്പർശിക്കാൻ പാടില്ല. ഈ പറയപ്പെട്ട മാമോദീസ തൊട്ടിയിലെ വെള്ളം ഒരിക്കലും എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ചുമ്മാ കളയാൻ പാടില്ല, ആരും കയറി ചവിട്ടാൻ പാടില്ല. അത് പുഴയിൽ മാത്രം ഒഴുക്കണം. പുഴയിലാകുമ്പോൾ ഒഴുകി അങ്ങ് പൊക്കോളൂ, അറബിക്കടലിലേക്ക് പൊക്കോളും. അപ്പോൾ അതല്ലോ ഒഴുകിപ്പോകുന്ന കൂട്ടത്തിൽ വല്ലോ സ്രാഗിൻ്റെയോ തിമീങ്കലത്തിൻ്റെയോ മേത്ത് പറ്റിക്കഴിഞ്ഞാലോ എന്ന് ചോദിച്ചാൽ കഥയിൽ ചോദ്യം പാടില്ല. വേറെ മനുഷ്യരുടെ ശരീരത്തിലൊന്നും പറ്റാൻ പാടില്ലെന്നേ ഉള്ളൂ. പോകുന്ന വഴിക്ക് ഇത് പുഴയിൽ ഒഴുക്കി കഴിയുമ്പോൾ ഒഴുക്കുന്ന പുറയിൽ ഒരു പട്ടി അതിലേക്ക് ചാടിക്കഴിഞ്ഞാൽ നോ പ്രോബ്ലം, അതൊന്നും കുഴപ്പമുള്ള കാര്യമല്ല. ആർക്ക് വേണേലും അതിനകത്ത് നീന്താം. പക്ഷെ മനുഷ്യന്മാർ തൊട്ട് കഴിഞ്ഞാൽ അത് കുഴപ്പമാണ്. മൂറോൻ വിലപിടിപ്പുള്ളതല്ലേ. എൻ്റെ സഹോദരങ്ങളെ, ഇതെല്ലാം ഓർക്കുമ്പോൾ വലിയ സങ്കടങ്ങളാണ്. ഈ മനുഷ്യർ ഒന്നും തിരിച്ചറിയുന്നില്ല. ബൈബിളൊന്ന് വായിച്ചാൽ മതി, വായിച്ചാൽ തന്നെ നമുക്ക് കാര്യങ്ങളെ മനസ്സിലാകും. ഇതിൻ്റെ ഒരു വലിയ ക്രമമുണ്ട്. ക്രമം എവിടെയാണ് തുടങ്ങുന്നത്? അത് മിസ്രൈമിൽ നിന്ന് ആരംഭിക്കുകയാണ്. പെസഹായും ചോരത്തളിയും തിടുക്കത്തോടെ അവർ മിസ്രൈം വിടുകയാണ്. തിടുക്കത്തോടെ കയ്യിൽ വടിയും കാലിൽ ചെരുപ്പുമായി അരയിൽ തുവർത്തുമായി. അത് യാത്രയ്ക്കുള്ള പുറപ്പാടാണത്. അങ്ങനെ ഒരു പുറപ്പാട് ആരംഭിക്കുകയാണ്. അങ്ങനെ പുറപ്പെട്ടു വരുന്ന അവർ ചെങ്കടൽ കടക്കുന്നു. അതാണ് സ്നാനത്തിനൊരു മുൻകുറി. അതിന് വലിയ വിശദീകരണങ്ങളുണ്ട്, വലിയ ഗൗരവമുണ്ട്. പെസഹായും അതുപോലെ ചെങ്കടൽ കിടക്കുന്നതും ഈ കാര്യത്തിന് വലിയൊരു പ്രസക്തിയുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് അവർ മരുഭൂമിയിലേക്ക് പ്രവേശിക്കുകയാണ്. ആ മരുഭൂമി ജീവിതത്തിൽ ദൈവമായിട്ടുള്ള അവരുടെ ബന്ധം അല്ലേ, ആ മരുഭൂമി ജീവിതത്തിൽ മറ്റൊരു കാര്യം കൂടെയുണ്ട്. അവരെ യുദ്ധാഭ്യാസം വരുത്തുവാനാണ് മരുഭൂമിയിൽ ഒരു പ്രത്യേക നിലയിൽ കൊണ്ടുപോയത്. അവർ സാധാരണഗതിയിൽ പോകേണ്ട ഒരു ഹൈവേ ഉണ്ട്, 2 ഹൈവേ ഉണ്ട്. ആ 2 ഹൈവേയും ടച്ച് ചെയ്യാതെ മറ്റൊരു വഴിയായി ചെങ്കടൽ ക്രോസ് ചെയ്യേണ്ട കാര്യമില്ല. നോർമലി അങ്ങനൊരു റൂട്ടില്ല. പക്ഷേ ഇവരെ ചെങ്കടൽ ക്രോസ് ചെയ്യിച്ചുകൊണ്ട് മരുഭൂമിയിലേക്ക് കൊണ്ടുവരികയാണ്. സൗദി അറേബ്യയുടെ ഒരു ഭാഗത്തേക്ക്, ജിദ്ദ എന്ന് പറയുന്ന അതിൻ്റെ പരിസരത്തേക്കാണ് ഇവർ കയറി വരുന്നത്. അവിടെ നിന്ന് അങ്ങനെ ആ സൈഡ് പിടിച്ച് അങ്ങനെ നേരെ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ പോയിട്ട് ഇന്ന് കാണുന്ന ജോർദാൻ്റെയും പിന്നെ ഈജിപ്തിൻ്റെയും ഈ ഇസ്രായേലിൻ്റെയും കൂടെ എല്ലാം കൂടെ വരുന്നൊരു കോർണറുണ്ട്. അതിലൂടെ അവരങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ മുന്നോട്ട് പോയി ഇന്നത്തെ ജോർദാൻ്റെ ഭാഗങ്ങളിലൂടെയാണ് അവർ ജെറീക്കോ വരെ വരുന്നത്. ജോർദാൻ്റെ ഭാഗങ്ങളിലൂടെ അങ്ങനെ സഞ്ചരിച്ചാണ് ജെറീക്കോയുടെ അടുത്ത് വരെ വരുന്നത്. അവിടെ വന്നിട്ടാണ് യോർദാൻ ക്രോസ് ചെയ്യുന്നത്. ജെറീക്കോയുടെ പരിസരത്ത് വന്നിട്ടാണ്, ജെറീക്കോയുടെ പരിസരം മീൻസ് അതിന് മുൻപ് അവിടെ എത്തിക്കഴിഞ്ഞിട്ടാണ് ഖദേഷ് ബർന കഴിഞ്ഞിട്ട്
അവർ യോർദാൻ ക്രോസ് ചെയ്ത് പ്രോമിസ്ഡ് ലാൻഡിലേക്ക് കിടക്കുന്നത്. ഇതിനകത്തെല്ലാം ആത്മീയ അർത്ഥങ്ങളും ഗൗരവമായ കാര്യങ്ങളും ഉണ്ട്, വലിയ ഗൗരവമായ കാര്യങ്ങൾ. നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് പറയുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഏത് നിലയിലാണ് ഒന്ന് ഓർത്തു നോക്കി. ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, പിന്നീട് കാര്യങ്ങളെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരുണ്ട്, പുതുതായിട്ടൊക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ. അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പല കാര്യങ്ങളും പറയുന്നത്, അവർക്ക് വേണ്ടിയിട്ട് കൂടെയാണ്. നിങ്ങൾക്ക് ഒന്നുകൂടെ വചനത്തിൽ ഉറയ്ക്കാനും സാധിക്കും. പിന്നെ ദൈവവചനം കേട്ടിരിക്കുന്നതിലൊരു സന്തോഷമുണ്ടല്ലോ, അത്ര തന്നെ. അങ്ങനെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു വന്നത്, വീണ്ടും ജനിക്കുന്നത് വചനത്താലാണ്. വചനമാകുന്ന വിത്തൊരുവൻ്റെ അകത്ത് വന്നാണ് അവൻ വീണ്ടും ജനിക്കുന്നത്. വീണ്ടും ജനനത്തിലേക്ക് അവനെ നയിക്കുന്നത് സുവിശേഷമാണെന്ന് പറഞ്ഞു. സുവിശേഷമാണെന്ന് അത് വളരെ വിസ്തരിച്ച് പറഞ്ഞിട്ടുള്ളതാണ്, വളരെ സമയമെടുത്ത് പറഞ്ഞിട്ടുള്ളതാണ് സുവിശേഷ കേൾവി. അപ്പോൾ ഇപ്പോൾ ഇസ്രായേലും ഇസ്രയേലും വിട്ട് ഇങ്ങനെ പോയ ആ ഒരു കാര്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ അന്ന് മറ്റൊരു നിഴലും പറഞ്ഞിരുന്നു. വേറെ ഒരു സബ്ജക്റ്റ് വെച്ചിട്ടാണ് ആ സമയത്ത് നമ്മൾ പഠനത്തിലേക്ക് കൊണ്ടുവന്നത്. സമാഗമന കൂടാരത്തെ മുൻനിർത്തി. സമാഗമന കൂടാരം എന്ന് പറയുന്ന ദൈവത്തിൻ്റെ നിവാസം, അതിൻ്റെ ആ വാതിൽ സുവിശേഷത്തെ കാണിക്കുന്നു. വാതിൽ തുറന്ന് നേരെ നോക്കുമ്പോൾ യാഗപീഠം അഥവാ കാൽവറിയിലെ ക്രൂശ്, പിന്നീട് താമ്രത്തൊട്ടി, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ അവിടെ അന്ന് പഠനത്തിന് തിരഞ്ഞെടുത്തത്. അപ്പോൾ വാതിൽ എന്ന് പറയുമ്പോൾ സുവിശേഷം, അതായത് ക്രിസ്തു പറഞ്ഞു ഞാനാകുന്നു വാതിൽ. എത്ര സമൃദ്ധമായി എത്ര മനോഹരമായി നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പ്രൂവ് ചെയ്യാൻ കഴിയും. ഈ പറയപ്പെട്ട ആളുകളെല്ലാം ഇരുട്ടത്ത് കിടന്ന് തപ്പിക്കൊണ്ടിരിക്കുക അല്ലേ? നമ്മുടെ മുമ്പിൽ ഈ വചനഭാഗങ്ങളെല്ലാം ഒരു അലോസരമില്ലാതെ തുറന്നു കിടക്കുകയാണ്. നമുക്കത് കൂട്ടിയാൽ കൂടും, പലർക്കും കൂട്ടിയാൽ കൂടുന്നില്ല. കാരണം എങ്ങനെയൊക്കെയോ ഉണ്ടാക്കി വെച്ച മാനുഷിക നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളൊന്നും ഈ വചനം വെച്ചിട്ട് കൂട്ടിമുട്ടിക്കാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോഴാണ് അവരുടെ കത്തനാന്മാർ പറയുന്നത് പാരമ്പര്യം 1-ാം സ്ഥാനത്ത്. ആ കത്തനാർ പറഞ്ഞ് കേട്ടിട്ടില്ലേ? ബൈബിൾ 2-ാം സ്ഥാനത്ത് നിന്ന് പാരമ്പര്യങ്ങൾക്കാണ് 1-ാം സ്ഥാനമെന്ന്. അതായത് കഴിഞ്ഞ കാലങ്ങളിൽ അനുവർത്തിച്ച ഒത്തിരി കാര്യങ്ങളുണ്ട്, പ്രാക്ടീസുകൾ. ആ കാര്യങ്ങളൊക്കെ 1-ാം സ്ഥാനത്ത് നിൽക്കും, ബൈബിൾ 2-ാം സ്ഥാനത്ത് നിൽക്കുമെന്ന്. നമ്മളെ സംബന്ധിച്ച് അങ്ങനെയല്ല, ബൈബിൾ 1-ാം സ്ഥാനത്ത് നിൽക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ദൈവവചനത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതിന് നമുക്ക് ബൈബിളിൽ നിന്ന് തന്നെ ഒത്തിരി കാര്യങ്ങളെ പഠിക്കാനുണ്ട്. സമാഗമന കൂടാരത്തിലേക്ക് നോക്കുമ്പോൾ കാണുന്ന പ്രധാനപ്പെട്ട കാഴ്ചയാണ് യാഗപീഠത്തിൻ്റെ കാഴ്ച. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ, അഥവാ ക്രൂശിൻ്റെ വചനമാണ് നമ്മുടെ ജീവിതത്തിൽ കണ്ണിൻ്റെ മുമ്പിൽ എപ്പോഴും ഇരിക്കേണ്ടത്, ക്രൂശിൻ്റെ വചനം. അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് വരുമ്പോൾ അവിടെ പെട്ടകം ഇരിപ്പുണ്ട്. പെട്ടകത്തിനകത്ത് കൽപ്പലകയിൽ ദൈവത്തിൻ്റെ പ്രമാണം എഴുതി വച്ചിരിക്കുകയാണ്. കൽപ്പലകയിൽ ദൈവത്തിൻ്റെ പ്രമാണം എഴുതി വച്ചിരിക്കുകയാണ്. അപ്പോൾ ആ കൽപ്പലക ഇരിക്കുന്നത് പെട്ടകത്തിനകത്താണ്. ഇന്ന് നാം പെട്ടകം ചുമക്കുന്ന ആളുകളാണ്. അതുപോലെ തന്നെ ആ പെട്ടകം ക്രിസ്തുവിനെ കാണിക്കുകയാണ്. ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുകയാണ്. വചനം നമ്മുടെ ഉള്ളിൽ വസിക്കുകയാണ്. ഇന്ന് വചനം നമ്മുടെ ഉള്ളിലുണ്ട്. അവരിലൊരു ഗ്രൂപ്പ് പറയുന്ന പോലെ ആ പെട്ടകം മറിയുകയാണെങ്കിൽ മറിയം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു എന്ന് പഠിപ്പിക്കേണ്ടി വരും. എന്തൊരു പോഷത്വമാ! യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ എന്നെ സ്നേഹിച്ച് എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുമെങ്കിൽ ഞാനും പിതാവും എൻ്റെ മാതാവും കൂടെ വന്ന് നിങ്ങളുടെ ഉള്ളിൽ വാസം ചെയ്യുമെന്ന്. അങ്ങനെയല്ലേ വാക്യം? നിങ്ങൾ എൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് അനുസരിക്കുമെങ്കിൽ ഞാനും പിതാവും എൻ്റെ മാതാവും വന്ന് നിങ്ങളുടെ ഉള്ളിൽ വാസം ചെയ്യും. യോഹന്നാൻ 14:23 വാക്യം. യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. കണ്ടോ, ഒരു ഉപദേശി വായിച്ചോണ്ട അബദ്ധം. മാതാവിൻ്റെ കാര്യം എന്താ വായിക്കാതെ വിട്ടത്? കണ്ടോ, ഞങ്ങൾ അവനെ സ്നേഹിച്ച്, ഞങ്ങളെന്ന് പറയുമ്പോൾ ബഹുവചനത്തില്ല, ഞാനും പിതാവും. അമ്മയില്ലാതെ അപ്പനുണ്ടാവുമോ? നിങ്ങൾ എന്നെ ആൾക്കാരാ. അമ്മയില്ലാതെ എവിടെ അപ്പനുള്ളത്? അപ്പം തന്നെ മതിയോ? അമ്മയും വേണ്ടേ? ഇപ്പം ഞാനും പിതാവും മാതാവും കൂടെ വന്ന് നിങ്ങളുടെ ഉള്ളിൽ വാസം ചെയ്യും. എത്രയോ കോടി ജനത്തെയാണ് കറക്കി കറക്കി കൊണ്ടുപോകുന്നത്. ഇവിടെ എത്ര മനോഹരമായിട്ടാണ് നമുക്ക് വചനം വ്യാഖ്യാനിക്കാൻ കഴിയുന്നത്. ഞാനതിൻ്റെ ആശ്വാസത്തിലായിരിക്കുന്നത്. ഇത് മനുഷ്യർ ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കണ്ടേ? നമ്മൾ ഈ ഉപദേശിപ്പണിയായിട്ട് ഇരിക്കുകയല്ലേ. ആൾക്കാർ ചോദിക്കുമ്പോൾ വെള്ളം കുടിക്കാൻ പറ്റുമോ? വളരെ കൃത്യമായിട്ടല്ലേ മറുപടികൾ, വളരെ കൃത്യമായിട്ടല്ലേ. ഞാനും പിതാവും. മറ്റൊരു ഭാഗത്ത് പരിശുദ്ധാത്മാവിൻ്റെ കാര്യമുണ്ട്. അപ്പോൾ ത്രിയേക ദൈവം നമ്മുടെ ഉള്ളിൽ വന്ന് വാസം ചെയ്യുന്ന കാര്യം എഴുതിയിരിക്കുന്നത്, അല്ലാതെ വേറെ കാര്യമൊന്നുമല്ല. ഇന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, പെട്ടകത്തിനകത്ത് ഈ പറഞ്ഞ കാര്യങ്ങളിരിക്കുന്നത്. ഇന്ന് വചനം നാം ചുമന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ ചുമക്കുന്ന മനുഷ്യരാണ് നാം, ചുമക്കുന്ന മനുഷ്യരാണ്. അപ്പോൾ നമ്മൾ ഈ പഠനത്തിലേക്ക് വരുമ്പോൾ നോക്കുക, വാതിൽ തുറക്കുമ്പോൾ കാണുന്ന യാഗപീഠത്തിൽ ക്രൂശിതനായ ക്രിസ്തുവിനെയാണ് നമ്മൾ കാണുന്നത്.
അപ്പം നിങ്ങളുടെ ചർച്ചിൽ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ പടം ഉണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിൻ്റെ രൂപം ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടല്ല കാണുന്നത്, ആത്മക്കണ്ണുകൊണ്ട് കാണുകയാണ്. അവൻ്റെ ജീവിതം, മഹത്വത്തിലിരുന്നവൻ വേഷാൽ മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് താണിറങ്ങി വന്ന ആ വരവ്, അവിടെ മുതലുള്ള ആ സഞ്ചാരം, ആ ജീവിതം എമ്പാടും, ഒടുക്കം ഗോൽഗോഥായിൽ 2 കള്ളന്മാരുടെ നടുവിൽ 2 കരങ്ങളിലും ആണിയടിക്കപ്പെട്ട് തൂങ്ങപ്പെട്ട് കിടക്കുന്ന നസ്രായൻ, വീണ്ടെടുപ്പുകാരൻ, അങ്ങനെ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു പിന്നത്തതിൽ അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്ന് മഹിമയിൽ വസിക്കുകയാണ്. അപ്പോൾ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു ആ സമർപ്പിത ജീവിതത്തെയാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ സമർപ്പിത ജീവിതം നമ്മൾ അടുത്ത് നിന്ന് കാണുകയാണ്. അവിടെയാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. ക്രൂശിതനായ ക്രിസ്തു നമ്മുടെ വീണ്ടെടുപ്പുകാരൻ എന്നുള്ള നിലയിൽ നമ്മൾ അടുത്ത് നിന്ന് കാണുകയാണ്. ഏറ്റവും വലിപ്പമുള്ള ഉപകരണമാണ് യാഗപീഠം. സമാഗമന കൂടാരത്തിലെ യെരൂശലേം ദേവാലയത്തിലെ ഏറ്റവും വലിപ്പമുള്ള ഉപകരണമാണ്, ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന ഉപകരണമാണ്. അപ്പോൾ ഏറ്റവും ഉയർന്നു നിൽക്കുന്നതും ഏറ്റവും ഗൗരവമുള്ളതുമായ കാര്യമാണ് ക്രൂശിതനായ ക്രിസ്തുവിനെ പ്രസംഗിക്കുക, ധ്യാനിക്കുക എന്നൊക്കെയുള്ളത്. അങ്ങനെ നമ്മൾ അതിപരിശുദ്ധ സ്ഥലത്തിൻ്റെ അനുഭവത്തിൽ നോക്കുമ്പോൾ കാണുന്നതാണ് പെട്ടകവും, പെട്ടകത്തിനകത്ത് ദൈവത്തിൻ്റെ പ്രമാണം ഇരിക്കുന്നതുമായ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കാണുമ്പോൾ വചനത്തിൻ്റെ പ്രാധാന്യമാണ് കാണുന്നത്. എന്തിനും ഏതിനും നമ്മൾ പ്രാധാന്യം കൊടുക്കുന്ന ദൈവവചനത്തിനാണ്. അപ്പോൾ ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയിലാണ് ഈ കാര്യങ്ങളെ നമ്മൾ കാണുന്നത്. അവിടെയാണ് കഴിഞ്ഞ ആഴ്ച വായിച്ച വാക്യം പത്രോസ് പറഞ്ഞത്, നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി നിങ്ങൾ ഓരോരുത്തരും മനസ്സാന്തരപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മാമോദീസ ഏൽപ്പീൻ. സ്നാനപ്പെടുമ്പോൾ ഒരാൾക്ക് പാപമോചനം ലഭിക്കുമെന്നല്ല പറഞ്ഞതിൻ്റെ സാരം. നിങ്ങൾ മാനസാന്തരപ്പെടുക, നിങ്ങൾ അനുരഞ്ജനപ്പെടുക, നിങ്ങൾ പിതാവായ ദൈവത്തോട് നിരപ്പിലേക്ക് വരിക. അപ്പോൾ ആ നിരപ്പിൻ്റെ ശുശ്രൂഷ നമ്മെ ഏൽപ്പിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് നിരപ്പിക്കപ്പെടുന്നത്? നിരപ്പിൻ്റെ വചനം നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്നാണ് പൗലോസ് ലീഗ പറയുന്നത്. 2 കൊരിന്ത്യർ 5-ാം അധ്യായം. നിരപ്പിൻ്റെ വചനം നമ്മെ പരിശുദ്ധനായ ദൈവത്തോട് നിരപ്പിക്കുകയാണ്. 2 കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചേക്ക്, എത്രയോ കാലമായി മറന്നുപോയി കാണും, 2-3 കൊല്ലമായില്ലേ. പുതിയ നിയമ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ 2 പ്രധാനപ്പെട്ട കാര്യമാണ്. 2 പ്രധാനപ്പെട്ട കാര്യം, അതായത് സുവിശേഷം നിമിത്തം നമ്മെ യാഗപീഠത്തോട് അടുപ്പിക്കുകയാണ്. അവിടെ കൊണ്ടാണ് നമ്മൾ നിരപ്പിക്കപ്പെടുന്നത്. സുവിശേഷ നിമിത്തം നാം പിതാവായ ദൈവത്തോട് നിരപ്പിക്കപ്പെടുകയാണ്. യാഗപീഠം വഴി പിതാവായ ദൈവത്തോട് നിരപ്പിക്കപ്പെടുകയാണ്. അടുത്ത പടി എന്ന് പറയുന്നത് എന്താ? ആ യാഗപീഠത്തോട് നമ്മെ ചേർത്ത് കെട്ടുകയാണ്. യാഗപീഠത്തിൻ്റെ കൊമ്പുകളിൽ നമ്മെ ചേർത്ത് കെട്ടുകയാണ്. അടുത്ത പടി എന്താ? നമ്മെ ദൈവത്തോട് അടുപ്പിക്കുകയാണ്. 2 പ്രധാനപ്പെട്ട കാര്യമാണ്. പാപികളായ നമ്മെ വീണ്ടെടുക്കുകയാണ്. നമ്മെ വീണ്ടെടുക്കുകയാണ്. ക്രൂശ് മുഖാന്തരം നമ്മെ വീണ്ടെടുക്കുകയാണ്. അഥവാ സുവിശേഷം മുഖാന്തരം നമ്മെ വീണ്ടെടുക്കുകയാണ്. വീണ്ടെടുക്കപ്പെട്ടവരെ നമ്മൾ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ശൈശവാവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത്. പ്രാഥമികമായ ആ ഒരവസ്ഥ, മരുഭൂമി സമാനമായൊരു അനുഭവം അല്ലേ? ചെങ്കടൽ കടന്ന പിന്നെ മരുഭൂമിയാണ്, ഒരു ഉയർന്ന തലമല്ല അത്. യോർദാൻ കടന്ന് വാഗ്ദത്ത ഭൂമിയിൽ എത്തുമ്പോഴാണ് ഒരു ഉയർന്ന തലം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രൈമറിയായ അവസ്ഥ, ആ അവസ്ഥയിൽ നാം സമാഗമന കൂടാരത്തിലേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താ? നാം പ്രാകാരത്തിൽ നിൽക്കുന്നു, കോർട്ട്യാർഡിൽ നിൽക്കുന്നു. അവിടെ നിന്ന് നമ്മെ ആ അതിപരിശുദ്ധ സ്ഥലത്തിൻ്റെ അനുഭവത്തിലേക്ക് അടുപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ശുശ്രൂഷയുടെ 2 രീതിയാണ് പറഞ്ഞത് ഞാൻ. നമ്മെ ദൈവത്തോട് നിരപ്പിക്കുന്നു, നിരപ്പിൻ്റെ വചനം നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്നു. അടുത്ത പടി എന്താ? ദൈവത്തോട് അടുപ്പിക്കാൻ അതിനുള്ള വചനം നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ആത്മീയ ശുശ്രൂഷയ്ക്ക് ഒരുമിച്ച് കൂടുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കേണ്ടത്? നിരപ്പിക്കപ്പെടണം, പിന്നീട് അവൻ ദൈവത്തോട് അടുപ്പിക്കപ്പെടണം. അപ്പോൾ അവിടെ ഒരു തടസ്സമുണ്ട്. തടസ്സം എന്താ? നമ്മിൽ ജഡമുണ്ട്. വീണ്ടെടുക്കപ്പെട്ടവരിൽ, രക്ഷിക്കപ്പെട്ടെന്ന് പറയുന്നവരിലെല്ലാം ഫ്ലഷ് ഉണ്ട്, ജഡമുണ്ട്, കാർണൽ നേച്ചറുണ്ട്. അപ്പോൾ ആ കാർണൽ നേച്ചറിൽ നിന്നൊക്കെ മുക്തരായി പുറത്തേക്ക് വരുവാനാണ് നമ്മെ നിരന്തരം വചനം കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, ശക്തിമത്തായ ദൈവവചനം കേൾപ്പിക്കുന്നത്, ആത്മാവിലുള്ള സംസർഗം, അതുപോലെ കുഞ്ഞാടിൻ്റെ രക്തത്താലുള്ള കഴുകൽ, പിന്നെ എന്താ നമ്മുടെ ജീവിതത്തിൽ സഫറിങ്സ് അനുവദിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ അനേക കഷ്ടങ്ങളിലൂടെ നാം കടന്നു പോകണമെന്ന് അപ്പോസ്തലന്മാർ പറഞ്ഞു. എന്തിനാ? ഈ കാർണൽ നേച്ചറുകളിൽ നിന്നൊക്കെ പുറത്തു വരാൻ വേണ്ടിയാണ്. നമ്മളെല്ലാം ഒരു ഉഗ്രഭാവമുണ്ട്, എല്ലാവരിലും ഉണ്ട്. അപ്പോൾ ആ സ്വഭാവങ്ങൾ, ആ ആദാമ്യ പ്രകൃതി ആരടാന്ന് ചോദിച്ചാൽ എന്തടാന്ന് ചോദിക്കുന്ന ഒരു കൊച്ചു മനോഭാവം എല്ലാവരിലും ഉണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ കുറച്ചും കൂടി സൗമ്യമായിട്ട് നമുക്ക് ചോദിക്കാൻ വേണമെങ്കിൽ
ആ ഒരു തലത്തിലേക്ക് നമ്മെ ഒന്ന് ഇറക്കണമെങ്കിൽ ഈ പറഞ്ഞ കാർണൽ നേച്ചറുകളൊക്കെ നമ്മിൽ നിന്ന് ലൂസാകണം, പുറത്തേക്ക് പോകണം പല കാര്യങ്ങളും. അതിനാണ് നിരന്തരം വചനം കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ തീത്തോസിൻ്റെ ലേഖനത്തിൽ വായിക്കുന്ന പോലെ തീത്തോസിൻ്റെ ലേഖനത്തിലൊരു വാക്യമുണ്ട്. ഷിജുപാസ്, നമുക്ക് ആ വാക്യം ഒന്ന് നോക്കാം. ഓർക്കാപ്പുറത്ത് എൻ്റെ ഉള്ളിൽ ഓർത്തു വന്നതാണ്. ടൈറ്റസ് ചാപ്റ്റർ 2 വേഴ്സ് 15. തീത്തോസ് 2:15. ഇത് പൂർണ്ണ ഗൗരവത്തോടെ പ്രസംഗിക്കുകയും പ്രബോധിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യുക. ആരും നിന്നെ തുച്ഛീകരിക്കരുത്. ഇപ്പം ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ ദാസന്മാർ പൂർണ്ണ ഹൃദയത്തോടെ പ്രസംഗിക്കണം, പ്രസ്താവിക്കണം. ഈ തീത്തോസിന് മുമ്പ് തിമത്തിയോസിൻ്റെ ലേഖനമുണ്ട്. ഈ തീത്തോസിന് മുമ്പുള്ള തിമത്തിയോസിൻ്റെ 2-ാം ലേഖനത്തിലെ അതിൻ്റെ ഒടുവിലത്തെ അധ്യായം 4-ാം അധ്യായത്തിൽ വരുമ്പോൾ തിമത്തിയോസിനോടും പറയുന്നുണ്ട് പൗലോസ്, വചനം പ്രസംഗിക്കുക, വചനം പ്രസംഗിക്കുക. അത്ര തന്നെ, വചനം പ്രസംഗിക്കുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ എന്താ കാണുന്നത്? ഇവിടെ കാണുന്നത് പൂർണ്ണ ഗൗരവത്തോടെ പ്രസംഗിക്കുക. ആടിത്തൂങ്ങി എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ പോരാ, പറയുന്ന കാര്യങ്ങൾ കൃത്യതയുണ്ടായിരിക്കണം, ശക്തിമത്തായിരിക്കണം. അപ്പോൾ അങ്ങനെ പൂർണ്ണ ഗൗരവത്തോടെ പ്രസംഗിക്കുകയും പ്രബോധിപ്പിക്കുകയും കൂടെ അത്യാവശ്യം ശാസിക്കുകയൊക്കെ ചെയ്യേണ്ടി വരും. ഇപ്പം ഞാനെങ്ങാനും വല്ലോ ശാസിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ കട കാലിയാവുമായിരിക്കും അല്ലേ? ഇവിടെ കൊടുത്തിരിക്കുന്ന അധികാരമാണ് സഹോദരങ്ങളെ. അതുകൊണ്ടാണ് വേറെ ഭാഗത്ത് പറയുന്ന അധികാരങ്ങൾക്ക് കീഴടങ്ങിയിരിക്കാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുന്നതിനെല്ലാം കീഴടങ്ങിയിരിക്കാനല്ല അർത്ഥം. നമ്മെ ആത്മീയമായി പണിയുന്ന അല്ലെ ഒരുക്കുന്ന ആ കാര്യപരിപാടിയോടുള്ള ബന്ധത്തിൽ നമ്മൾ ആ വിധേയത്വം പ്രകടിപ്പിക്കണം. ആ ശാസനകളെ സന്തോഷത്തോടെ സ്വീകരിക്കണം. ചിലരെയൊക്കെ ശാസിച്ചു കഴിഞ്ഞാൽ അവർ മുഖം കറക്കും. നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, അങ്ങനെ പെരുമാറരുതെന്നൊക്കെ പറഞ്ഞാൽ അതെനിക്കിപ്പോൾ അങ്ങനെ തോന്നുന്നതെന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ തോന്നുന്ന പോലെ എല്ലാം ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ആ തോന്നുന്ന പോലെ ചെയ്യുന്നതിനാണ് ആദാമ്യ പ്രകൃതിയിലായി ഈ ചെയ്ത്തെന്നൊക്കെ പറയുന്നത്. നമ്മുടെ ഇടപാടുകളൊക്കെ ആ ഒരു രീതിയിലാണ്. ഓക്കെ, മടങ്ങി വന്നു കഴിഞ്ഞാൽ എങ്ങനെ പറയും? സുവിശേഷത്താൽ നമ്മെ ദൈവത്തോട് നിരപ്പിക്കുന്നു. നിരപ്പിൻ്റെ വചനം തൻ്റെ ദാസന്മാരെ ഏൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെ നിരപ്പിക്കപ്പെട്ടവരെ മഹത്വത്തിലേക്ക് അടുപ്പിക്കണം. മനോഹരമായ വാക്കുകളാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഏറ്റവും മനോഹരമായ വാക്കുകൾ, ഫ്രെയിം ചെയ്യേണ്ട വാക്കുകളാണ്. പാപിയായവനെ പരിശുദ്ധനായ ദൈവത്തോട് നിരപ്പിക്കുന്നു. നിരപ്പിക്കപ്പെട്ടവനെ പരിശുദ്ധനായ ദൈവത്തോട് തൻ്റെ മഹിമയിലേക്ക് അടുപ്പിക്കുന്നു, അഥവാ മഹത്വത്തിലേക്ക് അടുപ്പിക്കുന്നു. ഇതാണ് പുതിയ നിയമ ശുശ്രൂഷ. അതിന് പകരം ഇന്ന് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്? കടഭാരം മാറ്റാമെന്നോ, പിന്നെ എന്താ ബാങ്കിൽ 1.5 കോടി വരുമെന്നോ. വട്ടന്മാരവന്മാരല്ല, വെറും വട്ടന്മാരല്ല, വലിയ വട്ടന്മാരാ. അപ്പോൾ ആ വട്ടന്മാരെ കണ്ടിട്ട് ആളുകൾ പറയുന്നത് അത് ഗലീലക്കാരനല്ലേ എന്ന്. നോ 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 നോ, അത് ഗലീലക്കാരനല്ല, ഇവനൊന്നും ഗലീലക്കാരനല്ല. നിങ്ങളിങ്ങനെയൊക്കെയാണോ വിചാരിച്ചിരിക്കുന്നത്? നിങ്ങളുടെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പഠനമില്ല. കണ്ണി കണ്ടവരെയെല്ലാം നിങ്ങൾ ഗലീലക്കാരാക്കും. യഹോവ സാക്ഷിക്കാരൻ്റെ ഏതിലെങ്കിലും പോയി കഴിഞ്ഞാൽ ഉടനെ അവനെ ഗലീലക്കാരനാക്കും. അത് തന്നെയല്ല, നോർത്ത് ഇന്ത്യയിലുള്ള ആളുകൾ മെജോറിറ്റിയും ഈ ഇന്ത്യക്കാർ മീശയൊക്കെ പഠിച്ചിട്ടാണ് നടക്കുന്നത്. ഇന്ത്യക്കാരുടെ പെൺപിള്ളേരെല്ലാം അവർക്കങ്ങനെ നമ്മുടെ ഈ മലയാളി പെൺപിള്ളേരുടെ കൂട്ട് തകർത്ത് വാരി നടക്കണമെന്നുള്ള പ്ലാനൊന്നുമില്ല. അതുങ്ങൾ കാതിലും കഴുത്തിലൊന്നും ഇല്ലാതെയൊക്കെ നടക്കും. അപ്പോൾ ഈ ഹിന്ദിക്കാർ മീശ പഠിച്ച മാർവാടികളെ കണ്ടിട്ട് ഈ ആൾക്കാർ പറയും ഇവനും ഗലീലക്കാരനാണെന്നാണ് തോന്നുന്നതെന്ന്. അയ്യോ, ഈ ശിശുക്കളെ ഓർത്ത് സഹതാപം തോന്നുക. കണ്ണി കണ്ടവരെല്ലാം ഇവർ ഗലീലക്കാരാക്കും. അങ്ങനെ നീയും ഗലീലക്കാരനല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ ശരിയാകും? ഗലീലക്കാരൻ അവൻ്റെ തലയെടുപ്പുണ്ടെന്നേ. അതല്ലേ വർത്തമാനം പറയുമ്പോൾ തിരിച്ച് മുട്ടായുക്തി പറഞ്ഞാൽ ഒക്കില്ല. കാര്യങ്ങൾ അങ്ങോട്ട് പറയുന്നതിനനുസരിച്ച് ഇങ്ങോട്ട് പറയണം. കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജിൽ സവിസ്തരം യോഹന്നാൻ 3 മുതൽ അതിൻ്റെ ഒടുക്കം വരെയുള്ള കാര്യങ്ങൾ വിസ്തരിച്ച് വീണ്ടും ജനനത്തെക്കുറിച്ച് പറഞ്ഞു. 96 കമൻസ് കിടപ്പുണ്ട് യൂട്യൂബിൽ. ആ പ്രസംഗത്തിലെ അത്രയും ഭാഗത്തെക്കുറിച്ച് ഒരു അക്ഷരം ഒരാളും പറയുന്നില്ല. നിങ്ങൾ അങ്ങനെയല്ലേ, നിങ്ങളിങ്ങനെയല്ലേ, ഞങ്ങളുടെ അച്ഛന്മാരിങ്ങനെയാണ്, നിങ്ങളുടെ അച്ഛന്മാരങ്ങനെയാണോ, നിങ്ങളുടെ അമ്മമാരങ്ങനെയാണോ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോരോ കാര്യങ്ങളുമായിട്ടാണ് വരുന്നത്. ഓരോരോ കാര്യങ്ങളുമായിട്ട്. അതിനിടയിൽ ഞാൻ പറഞ്ഞൊരു സെൻറ്റൻസിന് ഒരാൾ കയറി പിടിച്ചിട്ടുണ്ട്. അതിൽ 2 വാക്ക് പറയണമെന്നുണ്ടായിരുന്നല്ലോ. നമ്മുടെ വളരെ പ്രിയങ്കരിയായൊരു സഹോദരി, എനിക്ക് വളരെ അടുപ്പമുള്ളൊരു സഹോദരിയാണ്. പുള്ളിക്കാരിയാണെങ്കിൽ എനിക്ക് ഒത്തിരി അവാർഡുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് തരും. പുള്ളിക്കാരി പറയുന്നത്, ഞാൻ പ്രസംഗത്തിൽ പറഞ്ഞു പാതാളത്തിന് 2 തട്ടുണ്ടെന്നും
ധനവാൻ പാതാളത്തിൽ, കീഴേ പാതാളത്തിൽ കിടക്കുന്നു. കർത്താവിൻ്റെ കൂടെ ക്രൂശിക്കപ്പെട്ട കള്ളന്മാരിൽ ഒരുവൻ കർത്താവിനോടുകൂടെ പറുദീസയിലിരിക്കുന്നു. അതുപോലെ ലാസറും അബ്രഹാമിൻ്റെ മടിയിലിരിക്കുന്നു. അപ്പോൾ ആ പറുദീസ എന്ന് പറയുന്നത് ഭൂമിക്കടിയിലാന്ന് നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിന് ഞാൻ കുറേ വാക്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചായിരുന്നു. നോട്ട് ചെയ്ത് വെക്കുകയല്ല, ഞാൻ അവർക്ക് കൊടുത്തായിരുന്നു. ആ വാക്യങ്ങളെല്ലാം വായിച്ചാൽ ഉത്തരം കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷേ ആ സാധുക്കൾക്ക് എന്ത് ചെയ്യുന്നില്ല, ഉത്തരം കിട്ടുന്നില്ല. ഉത്തരം കിട്ടണമെങ്കിൽ വീണ്ടും ജനിക്കണം. അപ്പോൾ അതിന് പറയുന്നതാണ് ഞങ്ങൾ വീണ്ടും ജനിച്ചാന്ന്. എങ്ങനെ വീണ്ടും ജനിച്ചു, എപ്പോൾ വീണ്ടും ജനിച്ചു, എവിടെ വെച്ച് വീണ്ടും ജനിച്ചു? വീണ്ടും ജനിച്ച് 2-ാം മാസത്തിലാണ്. മാമോദീസ തൊട്ടിക്കകത്ത് ഇങ്ങനെ വെള്ളം തെളിച്ചപ്പോൾ ഞങ്ങൾ വീണ്ടും ജനിച്ചെന്നാണ് പറയുന്നത്. നടക്കാത്ത കാര്യമാണ്. ഇവിടെ പറഞ്ഞ് എന്നോട് പറഞ്ഞ് എൻ്റെ മെക്കെട്ട് കയറാം, അത്ര തന്നെ. ഞാനോ തിരിച്ചൊന്നും പറയില്ല, ഞാനൊന്നും പറയില്ല. എന്നോട് വർത്തമാനം പറയുന്ന പോലെ ഇവരുടെയൊക്കെ മെത്രാന്മാരോട് ആരെങ്കിലും നമ്മുടെ ഇടയിൽ നിന്ന് ആരെങ്കിലുമൊക്കെ വർത്തമാനം പറയാമെന്ന് വിചാരിച്ചോ, അവർ ഓടിക്കുന്ന വഴി കാണില്ല, അവനെ ബ്ലോക്ക് ചെയ്ത് കളയും അല്ലേ? ആ പഞ്ചായത്തിലേക്ക് അടുപ്പിക്കുമോ? ഒരു തരത്തിലുമില്ല. നമ്മുടെ അടുത്ത് ആർക്കും കടന്നു വരാം. അതാണ് കർത്താവിൻ്റെ അഭിഷിക്തന്മാരുടെ രീതി. ദൈവത്തിൻ്റെ ദാസന്മാരോട് ആർക്കും അടുത്തു വരാം, എന്തും പറയാം. പറഞ്ഞു വരുന്നത്, ദൈവത്തിൻ്റെ വചനം ശക്തിയോടെ പ്രസംഗിക്കുക, പൂർണ്ണ ഗൗരവത്തോടെ പ്രസംഗിക്കുക. അങ്ങനെ സുവിശേഷം കേൾപ്പിച്ചിട്ട് ആളുകളെ വീണ്ടും ജനനാനുഭവത്തിൽ ദൈവരാജ്യത്തേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ കൊണ്ടുവന്നവരെയാണ് മാമോദീസായിലേക്ക് കടത്തിവിടേണ്ടത്. എന്ന് പറഞ്ഞാൽ അങ്ങനെ വീണ്ടും ജനിച്ചു വന്നവർ മാത്രമാണ് സ്നാനപ്പെടാനായിട്ട് അവകാശമുള്ളവർ. അല്ലാത്ത ഒരാളെ സ്നാനപ്പെടുത്താൻ അവകാശമില്ല, അധികാരമില്ല. വീണ്ടും ജനിക്കാത്ത ഒരാളെ എങ്ങനെയാണ് സ്നാനപ്പെടുത്തുന്നത്? അവിടെയാണ് കൊച്ചുകുട്ടികളുടെ കാര്യം പറയുമ്പോൾ, കൊച്ചുകുട്ടികളുടെ കാര്യത്തിൽ ഇവർക്കെല്ലാം ഉയർത്തിപ്പിടിക്കാനുള്ള 2-3 വാക്യങ്ങളുണ്ട്. കുഞ്ഞുങ്ങളെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിൻ, അതാണ് വാക്യം. വീണ്ടും ജനനത്തെക്കുറിച്ച് പറയുന്നതാണ്, സ്നാനത്തെക്കുറിച്ച് പറയുന്നതാണ്. കുഞ്ഞുങ്ങളെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിൻ. കർത്താവ് പറഞ്ഞു, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കില്ലെന്ന് പറഞ്ഞു. അതായത് വീണ്ടും ജനിക്കുന്ന ഒരുവൻ്റെ ആ ഹൃദയ നിഷ്കളങ്കതയും ഹൃദയ നൈർമല്യതയും കാണിക്കാനാണ് ഈ കുഞ്ഞുങ്ങളെ കാണിച്ചത്. ഈ കുഞ്ഞുങ്ങളിൽ പാപമൊന്നും ഇല്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങൾ വളർന്ന് വലുതായി വരുമ്പോൾ പിന്നെ എന്തിനാ അവർക്ക് മാമോദീസ കൊടുക്കുന്നത്? എന്തിനാ? പാപമില്ലാത്ത കുഞ്ഞുങ്ങളാണെങ്കിൽ ഈ കുഞ്ഞുങ്ങൾക്ക് എന്തിനാണ് ഇവർ മാമോദീസ കൊടുക്കുന്നത്? ഒരു ചടങ്ങെന്നുള്ള നിലയിലാണോ? വേദപുസ്തകത്തിന് അതിന് ചില തത്വങ്ങളില്ലേ? റോമാലേഖനം 6-ാം അധ്യായം വളരെ ഗൗരവമായൊരു പഠന വിഷയമല്ലേ? സ്നാനത്തോടുള്ള ബന്ധത്തിൽ ക്രിസ്തുവിൻ്റെ മരണപുനരുത്ഥാനങ്ങളോടുള്ള ഏകീഭാവമല്ലേ അവിടെ കാണുന്നത്? മരണത്തോടും ഉയർപ്പിനോടും ഏകീഭവിക്കുകയാണ് സ്നാനത്തിൽ. സ്നാനം വളരെ സീരിയസ് ആയൊരു ശുശ്രൂഷയാണ്. ഒത്തിരി ആളുകൾ ചോദിക്കുന്നുണ്ട്, ക്രൂശി കിടന്ന കള്ളൻ സ്നാനപ്പെട്ടോ എന്നൊക്കെ. അതിൻ്റെയൊക്കെ മറുപടി നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു കഴിഞ്ഞു. ക്രൂശി കിടന്ന കള്ളൻ ചേർന്നത് പഴയ നിയമ വിശുദ്ധന്മാരോടാണ്. പുതിയ നിയമ വിശുദ്ധന്മാരോട് ചേരണമെങ്കിൽ, ദൈവസഭയുടെ ഭാഗമാകണമെങ്കിൽ സ്നാനപ്പെടണം. നിങ്ങൾക്ക് രക്ഷിക്കപ്പെടുന്നതിന് സ്നാനപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ പാപം ഏറ്റുപറഞ്ഞ് യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു കഴിയുമ്പോൾ, രക്ഷകനെന്ന് അംഗീകരിച്ചു കഴിയുമ്പോൾ അവൻ നിങ്ങളെ രക്ഷിക്കും, പാപത്തിൽ നിന്ന് രക്ഷിക്കും. പക്ഷേ ക്രിസ്തുവിനോട് ചേരണമെങ്കിൽ, തൻ്റെ സഭയുടെ ഭാഗമാകണമെങ്കിൽ, തൻ്റെ പദ്ധതിയുടെ ഭാഗമാകണമെങ്കിൽ സ്നാനപ്പെടണം. യാത്രക്കാരുടെ സംഘമാകണമെങ്കിൽ, സിയോൻ സംഘക്കാരുടെ കൂട്ടത്തിലാകണമെങ്കിൽ സ്നാനപ്പെടണം. സിയോൻ യാത്രക്കാരുടെ കൂടെ ആകണമെങ്കിൽ അവരെല്ലാം ചെങ്കടൽ കടന്നവരല്ലേ? അല്ല, അവരെല്ലാം ചെങ്കടൽ കടന്നോട്ടെ, ഞാൻ ആ ഒരു യൂസഫലിയുടെ ഹെലികോപ്റ്ററിൽ അപ്പുറത്തേക്ക് വന്നേക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒക്കുമോ? നിങ്ങൾക്ക് ഒരാൾക്ക് വേണ്ടി ഹെലികോപ്റ്റർ അയക്കാൻ പറ്റുമോ? ഇവരെല്ലാം ചെങ്കടലിലൂടെ കടന്നാൽ നിങ്ങളും ചെങ്കടലിലൂടെ കടക്കണം. നിങ്ങൾക്ക് മാത്രമായിട്ട് വേറെ വഴിയല്ലോ ഉണ്ടോ? ഇതാണ് വഴി, വേറെ വഴിയില്ലെന്ന്. വേറെ വഴിയുണ്ട്. ആ വഴിയിലൂടെ പോയാൽ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാകില്ല മിസ്റ്റർ. ശ്രദ്ധിച്ച് കേൾക്കണം. ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാകണമെങ്കിൽ ഈ പോയ ഭോഷന്മാരുടെ കൂട്ടത്തിൽ പോകണം. അതെന്താ അങ്ങനെ പറഞ്ഞത്? പിന്നെ ഈ സുക്കോത്തിലൊക്കെ താമസിച്ചുകൊണ്ടിരുന്ന ഇസ്രായേലുകാർ, അവർക്കെങ്ങും അറിയാൻ മേലാത്ത വഴിയാണോ ഈ ഫെലിസ്തീൻ ഹൈവേ ഒക്കെ? അവിടെ 2 പ്രധാനപ്പെട്ട ഹൈവേ ഉണ്ട്. ആ ഹൈവേയിലൂടെ ഒക്കെ ഇവർ സഞ്ചരിച്ചിട്ടുള്ള മനുഷ്യരല്ലേ? ഇവരുടെ പൂർവ്വപിതാക്കന്മാരും ഇസ്രായേലിലേക്ക് വന്നത് ചെങ്കടൽ ചാടിയാണോ വന്നത്? ചെങ്കടലിലേക്ക് എടുത്തി ചാടിയിട്ട് എല്ലാവരും കൂടെ നീന്തിയാണോ ഈ ഈജിപ്തിലേക്ക് വന്നത്? ഒരിക്കലും അല്ലല്ലോ. അവരാ പ്രധാനപ്പെട്ട ഹൈവേയിലൂടെയാണ് വന്നത്. ആ ഹൈവേ ഇന്നും അങ്ങനെ തന്നെ കിടപ്പുണ്ട്. അതിലൂടെ അങ്ങ് പോയാൽ പോരെ? അപ്പോൾ ദൈവം അവർക്ക് വേണ്ടി തെളിച്ചൊരു വഴിയുണ്ട്, തുറന്നൊരു വഴിയുണ്ട്. ആ വഴിയിലൂടെ പോയപ്പോൾ അവരൊന്നും ചോദിച്ചില്ല. മേഘം നീങ്ങിയതിനനുസരിച്ച് അവർ നീങ്ങി. അങ്ങനെ അത് ചെന്നെത്തിയത് ചെങ്കടലിൻ്റെ കരയ്ക്കാണ്. ദൈവം അവർക്ക് വേണ്ടി വഴി തുറന്നു, മറുകര എത്തിച്ചു. ഇതാണ് വഴി. അതാ യേശു പറഞ്ഞ്, ഇതാണ് വഴി, ഞാനാണ് വഴി. ഞാൻ വഴിയല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. ഞാൻ വഴിയല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. സുവിശേഷം എന്ന ഒരേ ഒരു വഴി. സുവിശേഷം നമുക്ക് മറനീക്കി തുറന്നു തരുന്നത് എന്താ?
മറ നീക്കി തുറന്നു തരികയാണ്. സകല സത്യത്തിലും പരിശുദ്ധാത്മാവ് നമ്മെ നടത്തുകയാണ്. സുവിശേഷം കൈക്കൊണ്ട് കഴിഞ്ഞാലത്തെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്, തെറ്റിദ്ധരിക്കരുത്. സുവിശേഷം നമ്മെ യാഗപീഠത്തോട് അടുപ്പിക്കുന്നു, അഥവാ ക്രൂശിങ്കിലേക്ക് അടുപ്പിക്കുന്നു. അങ്ങനെ ക്രൂശിങ്കിലേക്ക് വന്ന് നമുക്ക് അനുതാപം ഉണ്ടായി. കഴിഞ്ഞ ആഴ്ച അതൊക്കെ പറഞ്ഞു കഴിഞ്ഞതാ. പിതാവ് ആകർഷിക്കുന്നു പുത്രൻ്റെ അടുക്കിലേക്ക്, അഥവാ ക്രൂശിങ്കിലേക്ക്. പരിശുദ്ധാത്മാവ് പാപബോധം തരുന്നു. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വന്ന് നാം അവിടെ സറണ്ടർ ചെയ്യപ്പെടുന്നു. അങ്ങനെ സുവിശേഷം നാം കൈക്കൊള്ളുന്നു. അങ്ങനെ നമ്മൾ ആ ദൈവിക രക്ഷാപദ്ധതിയുടെ ഭാഗമായി തീരുന്നു. അങ്ങനെ നമ്മുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതപ്പെടുന്നു. പിന്നെ പരിശുദ്ധാത്മാവ് നമ്മെ അടുത്തപടി സകല സത്യത്തിലും വഴി നടത്തുകയാണ്. സകല ആത്മീയ സത്യത്തിലും, അല്ലേ? ആത്മീയ സത്യങ്ങൾ തുറന്നു തരികയാണ്. ഇതാണ് വഴി. പെസഹായും ചോരത്തളി ആചരിച്ചവരാണെങ്കിൽ നിങ്ങൾ ചെങ്കടൽ കടക്കണം. ഇനി ഇവിടെ നിന്നിട്ടെന്നാ കാര്യം? പറവോയായിട്ട് നിങ്ങൾക്ക് എന്നാ സംബന്ധം? പാട്ട് പാടുന്നേ. പറവോന് ഞാൻ ഇനി അടിമയല്ലെന്നുള്ള പാട്ട് പാട്. അവിടെ ഇരുന്നുകൊണ്ട് എങ്ങനെയാണ് പാട്ട് പാടുന്നത്? അവിടെ ഇരുന്നുകൊണ്ട് എങ്ങനെയാണ് പാട്ട് പാടുന്നത്? പാട്ട് പാടണമെങ്കിൽ ഇവിടുന്ന് ഇറങ്ങണം, ഇറങ്ങി തിരിക്കണം. ഇറങ്ങി തിരിച്ചിട്ട് പാട്ട് പാടുക. ഈ യാത്രക്കാരുടെ കൂട്ടത്തിൽ, സിയോൻ യാത്രക്കാരുടെ കൂട്ടത്തിൽ കൂടുക. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ബോഷന്മാരെന്ന്. എന്താ? ഇവരെങ്ങോട്ടാ പോകുന്നതെന്ന് അറിയാതെ പോകുന്ന ആൾക്കാരാ. അയ്യോ, ഇവരുടെ കയ്യിൽ ഗൂഗിൾ മാപ്പോ ഒന്നുമില്ല. ഇവരെ തെളിച്ച വഴിയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ പൂർവ്വപിതാവായ അബ്രഹാം ഇതുപോലെ ഊരിൽ നിന്ന് എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയാതെ പരിശുദ്ധനായ ദൈവം നടത്തിയ വഴിയിലൂടെ നടന്നവനാ. അവരുടെ കൊച്ചുമക്കളെ ഇപ്പോൾ അതുപോലെ തന്നെ കൊണ്ടുപോവുക. ഇവർക്കൊരു ഐഡിയ ഉണ്ട്, ഈ കനാൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാനുള്ള വഴി ഇന്നതാണ്. ആ വഴിയിലൂടെ ഒന്നും അല്ല കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇവർ ബോഷന്മാരെ പോലെ പുറകെ പോവുകയാണ്. ആ കൂടെ കൂടി ബോഷനാകുന്നവ മാത്രമേ ലക്ഷ്യത്തിലെത്തുള്ളൂ. ബുദ്ധിമാന്മാരെല്ലാം എന്തായി തീരുന്ന പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. വലിയ വലിയ ബുദ്ധിമാന്മാർ, വലിയ വലിയ പോയിന്റ് പറയുന്നവന്മാർ, പാരമ്പര്യം പറയുന്നവന്മാർ, അവരെല്ലാം എങ്ങും എത്തില്ല. അതേസമയം കർത്താവിൻ്റെ വചനത്തെ സ്നേഹിച്ചുകൊണ്ട്, അങ്ങനെ യോഹന്നാൻ ഇപ്പോൾ വായിച്ചത്, നിങ്ങളെന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ വചനം പ്രമാണിക്കുമെന്നാണ്. കർത്താവിനെ സ്നേഹിച്ചവൻ്റെ വചനം പ്രമാണിക്കുന്നവർ ഒരു ഭോഷനെ പോലെയാണ്. ഭോഷനെ പോലെയാണ്. വീണ്ടും ജനനാനുഭവത്തിലേക്ക് വന്നാൽ യോഹന്നാൻ 3:8, കാറ്റ് ഇഷ്ടമുള്ളിടത്ത് ഊതുന്നു, അതിന്റെ ശബ്ദം നീ കേൾക്കുന്നു, എങ്കിലും അത് എവിടെ നിന്ന് വരുന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചവനെല്ലാം അതുപോലെയാകുന്നു ഉത്തരം പറഞ്ഞു. പെസഹായും ചോരത്തളി ആചരിച്ചവൻ, വീണ്ടും ജനനാനുഭവത്തിലേക്ക് വന്നവൻ, അവൻ മിസ്രൈം വിട്ടു. ഇനി അവനെ ആത്മാവ് നയിക്കുകയാണ്. എവിടേക്ക് പോകുന്നു എന്നറിയാതെയാണ്. ഊരിൽ നിന്ന് പുറപ്പെട്ട പിതാവ് അങ്ങനെ തന്നെയാണ് പുറപ്പെട്ടത്. എവിടേക്ക് പോകുന്നു എന്നറിയാതെ ഒരു ശബ്ദത്തെ പ്രതി ഇറങ്ങിത്തിരിക്കുകയാണ്. ഇവരും അങ്ങനെ തന്നെയാണ് ഇറങ്ങിത്തിരിക്കുന്നത്, ഭോഷന്മാരെ പോലെ, അല്ലേ? ലോകത്ത് ശ്രേഷ്ഠന്മാർ ഒത്തിരിയുണ്ട്, ബലവാന്മാരുണ്ട്, അങ്ങനെയൊക്കെയുണ്ട്. പക്ഷേ ഇസ്രായേലിനോട് പറയാ, നിങ്ങൾ ജാതിയിൽ ഉയർന്നവരൊന്നും അല്ലായിരുന്നു, കുറഞ്ഞവരായിരുന്നു, എങ്കിലും ഞാൻ നിങ്ങളെ പരിഗണിക്കുകയാണ്, കൃപ അവരുടെ മേൽ ചൊരിഞ്ഞെന്ന്. അങ്ങനെ പുറപ്പെടുവിച്ചു കൊണ്ടുപോകുന്ന ആ ആളുകളോട് ചേർന്ന് സഞ്ചരിക്കണം. ഇത് കാലാകാലങ്ങളായിട്ടുള്ള ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയല്ലേ, ഉപദേശ സത്യങ്ങളല്ലേ? വീണ്ടും ജനിക്കണം. വീണ്ടും ജനിച്ചവൻ ചെങ്കടൽ കടക്കണം. വീണ്ടും ജനിച്ചവൻ ചെങ്കടൽ കടക്കണം. അവിടെയാണ് വചനം പറയുന്നത്, ക്രിസ്തുവിൻ്റെ മരണത്തോടും അവൻ്റെ ഉയർപ്പിനോട് ഏകീഭവിക്കണം. മരണപുനരുദ്ധാനങ്ങളോട് ഏകീഭവിക്കണം. പാവസംബന്ധമായി മരിച്ചവനാണെന്നൊരു ബോധ്യം വന്നാൽ ആ മരിച്ച വ്യക്തിയെ അടക്കണം. ഇതൊക്കെ 2 മാസം പ്രായമായ കൊച്ചിനെ എവിടെ ബോധം വരാനാ? അതിന് പറയുന്ന ന്യായം തന്നെ, ലുദിയായുടെ വീട്ടിലെ കുടുംബക്കാരെ എല്ലാം സ്നാനപ്പെടുത്തിയെന്ന്. അപ്പോൾ അവിടെ ലുദിയായിക്ക് കൊച്ചുണ്ടെന്ന് എന്താ ഗ്യാരണ്ടി? ലുദിയായിക്ക് മക്കളുണ്ടെന്നല്ലോ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ടോ? നമുക്ക് ഊഹിക്കാന്നല്ലേ ഉള്ളൂ. ഒരാഴ്ചയായില്ല നമ്മുടെ നാട്ടിൽ ഇലക്ഷൻ കഴിഞ്ഞിട്ട്. ഇലക്ഷൻ വോട്ട് ചെയ്യാൻ പോയി നമ്മുടെ ഈ പ്രിയപ്പെട്ടവരൊക്കെ പോയി. ഇപ്പോൾ ഈ കൂട്ടത്തിൽ ഇരിക്കുന്നവരിൽ വോട്ട് ചെയ്യാൻ പോയ പാർട്ടികളിൽ നമ്മുടെ ബ്ലസ്സിയുടെ കയ്യിൽ കൊച്ചോർണ്ണമുണ്ട്. പിന്നെയുള്ള ബോഡിയൊന്നും ഈ നാട്ടിലില്ല വോട്ട് ചെയ്യാൻ. അപ്പോൾ ഇവരൊക്കെ കുഞ്ഞുങ്ങളുമായിട്ട് വോട്ട് ചെയ്യാൻ പോയവരാ. അല്ലാതെ കൊച്ചിനെ എവിടെയെങ്കിലും ഇട്ടിട്ടല്ല പോയത്. കൊച്ചിനെയൊക്കെ ആയിട്ടാണ് പോയത്. പോയിട്ട് തിരിച്ചു വരുമ്പോൾ ആളുകൾ ചോദിച്ചു, എങ്ങോട്ട് പോയതാ? വോട്ട് ചെയ്യാൻ പോയി. കുടുംബമായിട്ട് വോട്ട് ചെയ്യാൻ പോയി. ഭാര്യയും ഭർത്താവും ഒക്കെ ആയിട്ട് പോയി, അമ്മയപ്പന്മാരും ഒക്കെ കൂടെ, സഹോദരങ്ങളൊക്കെ ഉണ്ട്, എല്ലാവരും കൂടെ പോയി വോട്ട് ചെയ്യാനായിട്ട്. കുടുംബമായിട്ട് വോട്ട് ചെയ്യാൻ പോയി. 3-3.5 വയസ്സായ കൊച്ചു കൂടെയുണ്ട്. ആ കൊച്ച് വോട്ട് ചെയ്തോ? കുടുംബമായിട്ടാണ് വോട്ട് ചെയ്യാൻ പോയത്. 3.5 വയസ്സായ കൊച്ച് വോട്ട് ചെയ്തെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തമാശയാണ്, പിടിച്ച് അകത്തിടും.
കൊച്ചോട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ പല പ്രശ്നങ്ങളാണ്. അതുപോലെ കുടുംബമായിട്ട് അവർ സ്നാനപ്പെട്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വ്യവസ്ഥകളില്ലേ? ഒരു വാക്യം കൊണ്ടാണോ ഉപദേശം സ്ഥാപിക്കുന്നത്? അയ്യോ, സഹതാപം തോന്നുന്നു. ഒരൊറ്റ വാക്യം വെച്ച് എങ്ങനെയാണ് പ്രിയരെ ഉപദേശം സ്ഥാപിക്കുന്നത്? കുടുംബമായി സ്നാനപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം കുഞ്ഞുങ്ങളും ആ കൂടെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ പിന്നീട് ഈ പുസ്തകത്തിൽ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലുമായിട്ട് എഴുതിയിരിക്കുന്ന അസംഖ്യം വാക്യങ്ങൾ, ആ വാക്യങ്ങളൊക്കെ എവിടെ കൊണ്ടുവയ്ക്കും നമ്മൾ? രക്ഷയോടുള്ള ബന്ധത്തിൽ, സ്നാനത്തോടുള്ള ബന്ധത്തിൽ, അല്ലേ? ഇതിനോടൊക്കെയുള്ള ബന്ധത്തിൽ ഈ വാക്യങ്ങളൊക്കെ എവിടെ കൊണ്ടുപോയി വയ്ക്കും? അതിനൊരു മഹാൻ കഴിഞ്ഞ ആഴ്ച നമുക്കൊരു ബുദ്ധിയുപദേശം തന്നിട്ടുണ്ട്. ഒരു മത്തായിക്കുട്ടി നമുക്ക് ബുദ്ധി ഉപദേശിച്ചിട്ടുണ്ട്. ആദ്യ നൂറ്റാണ്ടിൽ പുതുതായി വന്ന ആളുകളെയാണ് അങ്ങനെ സ്നാനപ്പെടുത്തേണ്ടത്. പിന്നീട് ഒരിക്കലും അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നീട് കാലാന്തരത്തിൽ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെയാണ് മാമോദീസ കൊടുക്കേണ്ടത്. തുടക്കത്തിൽ മാത്രം വലിയവർക്ക് സ്നാനം കൊടുത്ത് അകത്ത് കൊണ്ടുവന്നു. അതിനുശേഷം അങ്ങനെ അതിൻ്റെ ആവശ്യമേ ഇല്ല, അതിൻ്റെ ആവശ്യമില്ല. അവരുടെ പിള്ളേരെ പിന്നീട് അങ്ങ് സ്നാനപ്പെടുത്തിയാൽ മതി. കാരണം അവർ പരിശുദ്ധന്മാരായല്ലോ. അതുകൊണ്ട് അവർക്കുണ്ടാകുന്ന പിള്ളേരും, അപ്പോൾ ഈ സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്ന പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു എന്നൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ. അതായത് ഒരു മനുഷ്യൻ ഈ ഭൂമിയിലേക്ക് വരുന്നത് പാപ സ്വഭാവമുള്ളവനായിട്ട് തന്നെയാണെന്നാണ് അതിൻ്റെ അർത്ഥം. അമ്മ ഗർഭം ധരിച്ചു പ്രസവിച്ചു, അത് പാപമാണെന്നല്ല അർത്ഥം. ഈ ഗർഭധാരണത്തിലൂടെ ഉരുവായ ശിശു പിന്നീട് ഭൂമിയിലേക്ക് ഭൂജാതനാകുമ്പോൾ അവനിൽ ആദാമീയ സ്വഭാവം ഉണ്ടെന്നാണ് പറഞ്ഞു വരുന്നത്. പാപപ്രകൃതിയുണ്ട് അവനിൽ. പാപപ്രകൃതിയിലാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് വരുന്നത്. എൻ്റെ അപ്പം പെന്തിക്കോസിലെ പാസ്റ്ററായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള കാര്യമുണ്ടോ? അല്ലേ, എൻ്റെ അപ്പം കാതോലിക്ക് ബാബ വീണ് കേട്ടില്ലല്ലോ അല്ലേ? ശരി, പോട്ടെ. എൻ്റെ അപ്പം കോറപ്പിസ്കോപ്പയാന്ന് പറഞ്ഞാലും വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. കോറപ്പിസ്കോപ്പയുടെ മോനായാലും കൊള്ളാം, പാത്രയുടെ മോനായാലും കൊള്ളാം, ആരുടെ മോനാണെങ്കിലും കൊള്ളാം. തിരുവചനത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ആ കാര്യത്തിന് പ്രാധാന്യമുണ്ട്. ഈ ഭൂമിയിലേക്ക് ഒരുവൻ ജനിച്ചു വരുന്നത് പാപത്താലാണ്. അവൻ വളരുന്നത് പാപത്തിൽ തന്നെയാണ്. അപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളിൽ പാപം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ടെന്നാണല്ലോ കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി അതിനെക്കുറിച്ച് എന്ത് പറയാനാ? പക്ഷെ പാപം കണക്കിടുന്നില്ല. കുഞ്ഞുങ്ങളുടെ പാപം എന്ത് ചെയ്യുന്നില്ല? കണക്കിടുന്നില്ല. അവർക്ക് ഭേദാഭേദങ്ങളെ തിരിച്ചറിയാൻ കഴിയില്ല. അവർക്കതൊന്നും കഴിയില്ല. എന്നാൽ അവർക്ക് കഴിയുന്നൊരു സമയം വരും. ആ സമയം അവർ സുവിശേഷം കൈക്കൊള്ളണം. അതാണ് ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. നിരപ്പിൻ്റെ വചനം അവർ കൈക്കൊണ്ട് വലിയവനായ ദൈവത്തോട് നിരപ്പിക്കപ്പെടണം. ഇവിടെയൊക്കെ കൺഫ്യൂഷൻ വരുന്ന അധ്യായങ്ങളുണ്ട്. 1 കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായം 14-ാം വാക്യം. അമ്മയപ്പന്മാർ ഈ വിശുദ്ധ വഴിയിൽ സഞ്ചരിക്കുന്നവരാണെങ്കിൽ അവർക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളും വിശുദ്ധരല്ലോ എന്നാണ് എഴുതിയിരിക്കുന്നത്. അമ്മയപ്പന്മാർ ക്രിസ്തു മുഖാന്തരം വിശുദ്ധീകരിക്കപ്പെട്ടവരാണെങ്കിൽ അവരുടെ കുഞ്ഞുങ്ങൾ അശുദ്ധരല്ല, അവരുടെ കുഞ്ഞുങ്ങളും വിശുദ്ധരാണെന്നാണ് എഴുതിയിരിക്കുന്നത്. അത് പിടിച്ചുകൊണ്ടാണ് കുറേ ആൾക്കാർ വരുന്നത് അതും പിടിച്ചുകൊണ്ടാണ്. കുഞ്ഞുങ്ങൾ വിശുദ്ധരല്ലേ എന്ന്. എന്നാൽ പിന്നെ ഈ വിശുദ്ധരായ കുഞ്ഞുങ്ങൾക്ക് എന്തിനാ മാമോദീസ കൊടുക്കുന്നത്? വലിയ ചോദ്യമാണ് കേട്ടോ. കൊരിന്ത്യർ ലേഖനത്തിലെ വാക്യം പറയുകയാണ് കുഞ്ഞുങ്ങൾ വിശുദ്ധരാണെന്ന്. ശരി, വിശുദ്ധരായ കുഞ്ഞുങ്ങൾക്ക് എന്തിനാ മാമോദീസ? മാമോദീസയെക്കുറിച്ച് പറയുന്നത് എന്താ? ചുമ്മാ ഒരു ചടങ്ങാന്നാണോ പറയുന്നത്? വിശ്വാസ പ്രമാണത്തിൽ എന്തെന്നാ പറയുന്നത്? പാപമോചനത്തിനുള്ള മാമോദീസ ഒന്ന് മാത്രമെന്നാണ് ഏറ്റുപറയുന്നത്. മാമോദീസ ആയാൽ പാപം മോചിക്കുന്നു എന്നുള്ളതാണ് അവിടെ പറഞ്ഞു വരുന്നത്. അതുകൊണ്ടല്ലേ കുഞ്ഞിന് മാമോദീസ കൊടുക്കുന്നത്. അതുകൊണ്ടല്ലേ മറ്റേ തലത്തൊട്ടപ്പൻ, ഒരു 50-60% തലത്തൊട്ടപ്പന്മാരും ഇത്തിരി വെള്ളമടിക്കുന്ന പാർട്ടികളായിരിക്കും. പക്ഷെ അന്നത്തെ ദിവസം അവർ അത് കഴിഞ്ഞിട്ടായിരിക്കും, സുബോധത്തോട് തന്നെയാണ് അവർ വരുന്നത്. തലേ ദിവസം അതൊക്കെ അവസാനിപ്പിച്ചാലും പിറ്റേ ദിവസം ഇച്ചിരി സുബോധത്തിൽ തന്നെയാണ് വരുന്നത്. എന്നിട്ട് അച്ഛൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം പുള്ളി ഏറ്റു പറയുമല്ലോ. ഞാൻ സാത്താനെ ഉപേക്ഷിക്കുന്നു. എന്നെ പുള്ളി സാത്താനെ പിടിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. ഈ വന്ന തലത്തൊട്ടപ്പൻ്റെ പോക്കറ്റിൽ സാത്താൻ ഇരിപ്പുണ്ടായിരുന്നു. സാത്താൻ പോട്ടെ എടുത്ത് കളഞ്ഞു. അങ്ങനെ സാത്താനെ എടുത്ത് കളയുകയാണോ? പുള്ളിയുടെ കൂടെ സാത്താനല്ലോ ഉണ്ടോ? പുള്ളി പണ്ടേ സാത്താനെ കളഞ്ഞ ആളാണ് ഈ തലത്തൊട്ടപ്പൻ. പിന്നെ ആരുടെ സാത്താനെ എടുത്ത് കളഞ്ഞത്? കൊച്ചിൻ്റെ സാത്താനെ എടുത്ത് കളഞ്ഞത്. സാത്താനെ ഉപേക്ഷിക്കുന്നു എന്ന് വെച്ചാൽ അത് പ്രതീകാത്മകമായി ചുമ്മാ പറഞ്ഞതാണോ? ദൈവസന്നിധിയിൽ ഒരു നേരം പോക്ക് ഇരിക്കട്ടെ ഒരു സാത്താൻ, അങ്ങനെ ഇരിക്കട്ടെ ഒരു സാത്താനാണോ? അതിന് ചില ഗൗരവമില്ലേ? സാത്താനിലൂടെയുള്ള സ്വാധീനം അതെല്ലാം മനുഷ്യരിലുമുണ്ട്. ആ സ്വാധീനത്തിൽ നിന്ന് പുറത്തു വരുന്ന ഒരു കാര്യമാണ് ആ പറഞ്ഞു വരുന്നത്. അപ്പോൾ അവിടെ വരെ കുഞ്ഞിൻ്റെ മേൽ സാത്താൻ്റെ ഒരു സ്വാധീനം ഉണ്ടെന്നാണ് കാണിക്കുന്നത്. ഓർത്തഡോക്സുകാരനായ ഒരുവനും അവൻ്റെ ഭാര്യയും അവർ പരമപരിശുദ്ധരായിട്ടിരിക്കുകയാണല്ലോ. അവർക്കുണ്ടായ കുട്ടിയെക്കുറിച്ച് കൊരിന്ത്യർ ലേഖനം പറയുന്ന കുഞ്ഞും വിശുദ്ധനാണെന്നാണ്. കുഞ്ഞും വിശുദ്ധനാണ്, അശുദ്ധനല്ലെന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്.
പിന്നെ എന്തുകൊണ്ടാണ് മാമോദീസ സമയത്ത് ഈ തലത്തൊട്ടപ്പൻ ഈ വേണ്ടാത്ത വർത്തമാനം പറയുന്നത്? ഞാൻ സാത്താനെ ഉപേക്ഷിക്കുന്നു, മശിഹായെ കൈക്കൊള്ളുന്നു എന്ന് എന്തിനു പറയുന്നു? അപ്പോൾ അത് എന്തൊക്കെയോ ചില ക്രമങ്ങളുണ്ട്. അത് പറയുന്നത് പരിജ്ഞാനത്തിലല്ലെന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങളും ഇതൊക്കെ തന്നെയാണ് സഹോദരങ്ങളെ പറയുന്നത്. ഞങ്ങൾ ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. സമയം തെറ്റിപ്പോയി എന്ന് മാത്രം. നിങ്ങൾ സമയം തെറ്റി കൃഷി ഇറക്കുന്നവരാണ്, ഞങ്ങൾ സമയത്തിന് കൃഷി ഇറക്കുന്നവരാണ്. ആ ഒരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ. നിങ്ങൾ പറയുന്നതൊക്കെ ന്യായമാണ്. സാത്താനെയും അവൻ്റെ പ്രവൃത്തികളൊക്കെ ഉപേക്ഷിക്കേണ്ട ഒരു സമയമുണ്ട്. അത് തലത്തൊട്ടപ്പനല്ല പറയേണ്ടതെന്ന് മാത്രം. അത് തലത്തൊട്ടപ്പനല്ല പറയേണ്ടത്. പറയേണ്ടത് ആരാ? പറയേണ്ടത് ആ വ്യക്തിയാണ് പറയേണ്ടത്. പാപബോധം വന്ന് ദൈവസന്നിധിയിൽ ഏറ്റുപറയണം. പാപത്തെക്കുറിച്ച് ഏറ്റുപറയണം. ഏറ്റുപറഞ്ഞ് ആ ബോധ്യത്തിലേക്ക് വരണം. ആ ബോധ്യത്തിലേക്ക് വന്ന്, അതാണ് വീണ്ടും ജനനത്തിൻ്റെ കാര്യം പറഞ്ഞത്. വീണ്ടും ജനിച്ചു കഴിഞ്ഞാൽ പോലും ആ വ്യക്തിയുടെ മേൽ സാത്താന് സ്വാധീനം ചെലുത്താം. ക്ലെയിം ചെയ്യും സാത്താൻ. എന്തുകൊണ്ടാ? വീണ്ടും ജനനാനുഭവത്തിൽ നമ്മുടെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പാണ് സാധിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ആത്മാവിൻ്റെ വീണ്ടെടുപ്പ്, രക്ഷയിൽ ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് സാധിപ്പിച്ചിരിക്കുന്നു. ഇനി ബോഡി ആൻഡ് സോൾ ഉണ്ട്, ദേഹം ദേഹിയുണ്ട്. അതിൻ്റെ മേൽ സൈത്താൻ ക്ലെയിം ചെയ്യും, സാത്താൻ ക്ലെയിം ചെയ്യും. ഈ ശരീരം എനിക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടതാണ്. ഈ ശരീരത്തിലെ ഓരോ അവയവങ്ങളും അനീതിയുടെ ആയുധങ്ങൾ എന്ന നിലയിൽ സമർപ്പിക്കപ്പെട്ടതെന്നാണ് റോമാലേഖനം പറയുന്നത്, 6-ാം അധ്യായം. അപ്പോൾ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഈ ശരീരം സമർപ്പിക്കപ്പെടണം. അതിനാണ് റോമർ 12-ാം അധ്യായത്തിലെ കാര്യം സ്നാനത്തിന് മുമ്പ് നമ്മൾ ഗൗരവമായി പ്രൊക്ലെയിം ചെയ്യുന്നത്, പ്രഘോഷിക്കുന്നത്. റോമാലേഖനം 12-ാം അധ്യായത്തിൽ പറയുന്ന ശരീരത്തിൻ്റെ സമർപ്പണം, അതൊരു യാഗമായി സമർപ്പിക്കണം. സ്നാനത്തിൽ എന്താ സംഭവിക്കുന്നത്? യാഗമായി ശരീരത്തെ സമർപ്പിക്കുകയാണ്. അതുപോലെ ദേഹിയുടെ മേലും അവന് കൺട്രോളുണ്ട്. അവൻ ക്ലെയിം ചെയ്യും. അത്യുന്നതനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ പറയും. അത്യുന്നതനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്ന് ഇയ്യോബിൻ്റെ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചതുപോലെ തന്നെ സംസാരിക്കും. വേറെ പലരെക്കുറിച്ചും പറഞ്ഞല്ലോ, മോശയെക്കുറിച്ച്, യോശുവയെക്കുറിച്ചൊക്കെ പറഞ്ഞതുപോലെ പറയും. ഈ ശരീരത്തിന്മേൽ, ഈ ദേഹിയുടെ മേലെല്ലാം എനിക്ക് അവകാശമുണ്ട്, എൻ്റെ വകയാണ്, ഇത് കഴിഞ്ഞ നാളുകളിൽ ഞാൻ നിയന്ത്രിച്ചിരുന്നതാണ്, എൻ്റെ വകയാണ് എന്ന് ക്ലെയിം ചെയ്യും. അവിടെ ദൈവത്തിന് മറുത്തൊന്നും പറയാൻ കഴിയില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പം ചെയ്യാവുന്ന കാര്യം എന്താ? പാപസംബന്ധമായി മരിച്ചു കിടക്കുന്ന ആ വ്യക്തി, ആ പഴയ മനുഷ്യനെ ആ ജലക്കല്ലറയിൽ അടക്കുകയാണ്. സ്നാനത്തിൽ ആ ജലക്കല്ലറയിൽ അടക്കുകയാണ് പഴയ മനുഷ്യനെ. അതിൻ്റെ നിഴലെന്താണ്? നമ്മുടെ മുമ്പിൽ നിഴലുണ്ടല്ലോ. ആ നിഴൽ പറഞ്ഞാലല്ലേ കൃത്യതയാകുള്ളൂ. അതൊക്കെ പഴയ മെസ്സേജിൽ വളരെ കൃത്യതയോടെ ഉണ്ട്. പക്ഷേ ആ മെസ്സേജെല്ലാം ഓഡിയോ മെസ്സേജുകളായിരുന്നു, വീഡിയോ മെസ്സേജ് അല്ല. പക്ഷേ നമ്മുടെ സാറ്റർഡേ മെസ്സേജിനകത്ത് ഈ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ വ്യക്തമായ ഓർമ്മ. സ്നാനത്തോടുള്ള ബന്ധത്തിലെ കാര്യങ്ങൾ പറഞ്ഞു പോയ കൂട്ടത്തിൽ ഇതിൻ്റെ നിഴൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, വളരെ കൃത്യമായി. ഏതൊരു മനുഷ്യനും മനസ്സിലാകാവുന്ന രീതിയിൽ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേൽ മിസ്രൈം വിട്ടു, അഥവാ ഈജിപ്ത് വിട്ടു, പെസഹായും ചോരത്തലി ആചരിച്ചു. അങ്ങനെ അവർ പുറപ്പെട്ടു വരുന്നു. എവിടെ നിന്നാണ് പുറപ്പെടുന്നത്? അവർ പുറപ്പെട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് സുക്കോത്തിലെത്തി. അവിടെ നിന്ന് പിന്നീട് മുൻപോട്ട് യാത്ര ചെയ്യുകയാണല്ലോ. അങ്ങനെ പിന്നീട് ഒരു സൈന്യമായിട്ട്, ഒരു കൂട്ടമായിട്ട് അവർ യാത്ര ചെയ്ത് മുൻപോട്ട് വരികയാണ്. അങ്ങനെ മുൻപോട്ട് വന്ന് ചെങ്കടലിൻ്റെ കര വരെ വരികയാണ്. ആ സ്ഥലത്തിൻ്റെ മാപ്പൊക്കെ നമ്മൾ പണ്ട് കാണിച്ചിട്ടുണ്ട്. മാപ്പൊക്കെ നമ്മളിവിടെ വീഡിയോ പ്രസൻറ്റേഷനിൽ കാണിച്ചിട്ടുണ്ട്. ഇവർ യാത്ര തിരിച്ച് അങ്ങനെ ഇവരെല്ലാം കൂടെ വന്ന് ചെങ്കടലിൻ്റെ കര വരെ വരുന്ന ആ സ്ഥലം, അതിനാണ് സീനായി പെനിൻസുല എന്ന് പറയുന്നത്. സീനായി ഉപദ്വീപ് എന്ന് പറയും. ആ സീനായി ഉപദ്വീപ് എന്ന് പറയുന്നത് ഈജിപ്തിൻ്റെ അണ്ടറിലുള്ളതാണ്, ഫറവോയുടെ അണ്ടറിലുള്ള സ്ഥലമാണ്. പുറപ്പെട്ടു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇപ്പോഴും ഫറവോയുടെ അധികാര പരിധിയിലാണ്, ആ ടെറിട്ടറിക്ക് അകത്ത് തന്നെയാണ് നിൽക്കുന്നത്. അത് ക്രോസ് ചെയ്തിട്ടില്ല, കടന്നിട്ടില്ല. അതുകൊണ്ട് ഫറവോ തീരുമാനിക്കുകയാണ്, ഇവരെ അങ്ങനെ വിട്ടാക്കൊള്ളില്ല. എനിക്ക് വേണ്ടി ഇഷ്ടി അറുത്തുകൊണ്ടിരുന്ന പാർട്ടികളാണല്ലോ, ഇഷ്ടി ഉണ്ടാക്കിക്കൊണ്ടിരുന്നവരാണല്ലോ, എൻ്റെ ഇഷ്ടം ചെയ്തുകൊണ്ടിരുന്നവരാണല്ലോ, ഇവരെ അങ്ങനെ വിട്ട് കളഞ്ഞാൽ ശരിയാകില്ലെന്ന് കരുതി അദ്ദേഹം ഇവരെ മടക്കി കൊണ്ടുവരുവാനായിട്ട് പിന്നിൽ നിന്ന് വരികയാണ്. ഫറവോ പിന്നിൽ നിന്ന് വരികയാണ്. ആ സമയത്ത് ഇവരെവിടെയാ? ഫറവോൻ്റെ ടെറിട്ടറി തന്നെയാണ്. ഫറവോ പിന്നിലുണ്ട്. ഇവർ ചെങ്കടലിൻ്റെ കര വരെ വന്നു. ഇവർ ചെങ്കടൽ ക്രോസ് ചെയ്തു. ക്രോസ് ചെയ്തതിന് ശേഷം നമ്മൾ കാണുന്ന കാഴ്ച എന്താ? ഫറവോയും സംഘവും ചെങ്കടലിൽ മുങ്ങി മരിക്കുകയാണ്. ദൈവിക ന്യായവിധി അവൻ്റെ മേൽ വരികയാണ്. അതിനവർ പാട്ടും പാടി. പിന്നീട് കുതിരയെയും കുതിരപ്പുറത്തിരുന്നവനെയും വെള്ളത്തിൽ മുക്കിക്കളഞ്ഞു, അല്ലേ? കടൽ വെള്ളത്തിൽ അവർ മുങ്ങിപ്പോയി, അവർ നശിച്ചുപോയി. ന്യായവിധി, ദൈവിക ന്യായവിധി അവിടെ കടന്നു വന്നു. അതേസമയം ആ വെള്ളത്തിലൂടെ ഇസ്രായേൽ ജനം മറുകര കടന്നു.
അവിടെ ന്യായവിധി സംഭവിച്ചു. ഇസ്രായേൽ ജനം മറുകര കടന്നു. മറുകര കടന്ന് അവർ ഇനി ഫറവോയുമായിട്ട് ഒരു 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 അക്കൗണ്ടുമില്ല. എല്ലാ അക്കൗണ്ടും ഇവിടെ ക്ലോസ് ചെയ്തു. എല്ലാ അക്കൗണ്ടും ക്ലോസ് ചെയ്തു. അപ്പോൾ സ്നാനത്തിൽ സംഭവിക്കുന്ന അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നൊരു ശുശ്രൂഷയാണ്. ശൈത്താനുമായിട്ടുള്ള എല്ലാ അക്കൗണ്ടും ക്ലോസ് ചെയ്യുകയാണ് സമ്പൂർണ്ണമായും. സ്നാനപ്പെട്ട് കഴിയുമ്പോൾ പഴയ മനുഷ്യനെ അവിടെ കുഴിച്ചിടുകയാണ്. പഴയ മനുഷ്യനെ കുഴിച്ചിടുകയാണ്. ശരീരം സമർപ്പിക്കുകയാണ്. ആത്മാവിന് വീണ്ടെടുപ്പ് ഓൾറെഡി കഴിഞ്ഞു. അപ്പോൾ ആ സ്നാനക്കുളം എന്ന് പറയുന്ന കല്ലറയിൽ നിന്ന്, ആ ജലക്കല്ലറയിൽ നിന്ന് ആ അടക്കപ്പെട്ട മനുഷ്യൻ ഒരു പുതുമനുഷ്യനായിട്ട് ഉയർത്തു വരികയാണ്, ജീവൻ്റെ പുതുക്കത്തിൽ നടക്കാനായിട്ട്. ഇതെല്ലാം 2 മാസമായ കൊച്ചിൻ്റെ അടുത്ത് എങ്ങനെ അപ്ലൈ ചെയ്യുമെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. ഈ പറയുന്ന ആത്മീയ സത്യങ്ങൾ 2 മാസം പ്രായമായ കുഞ്ഞിൻ്റെ മേലെ എങ്ങനെ ആരോപിക്കും? ഈ കാര്യങ്ങളൊക്കെ ഒരു തരത്തിലും ഇത് മാച്ച് ചെയ്യില്ല സഹോദരങ്ങളെ, മാച്ച് ചെയ്യില്ല. എനിക്ക് പ്രിയപ്പെട്ടവരോട് പറയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. മുൻവിധികളില്ലാതെ ഞങ്ങളെ ശ്രവിക്കുക. ഞങ്ങളുടെ സ്വന്തം ബുദ്ധിയിൽ നിന്ന് എന്തെങ്കിലും പറയുന്നതല്ല. വിശുദ്ധ തിരുവെഴുത്ത് മുൻപിലിരിക്കുകയാണ്. ആ തിരുവെഴുത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. നമ്മുടെ മുൻപിൽ വചനം തെളിഞ്ഞു നിൽക്കുകയാണ്. ഇസ്രായേൽ ഇങ്ങനെയാണ് മിസ്രൈം വിട്ടത്, ചെങ്കടൽ കടന്നത്. ചെങ്കടൽ കടന്നു കഴിഞ്ഞാൽ പിന്നെ ഫറവോയുമായിട്ടൊരു ബന്ധമില്ല. അപ്പോൾ സ്നാനത്തിൻ്റെ അനിവാര്യതയാണത് കാണിക്കുന്നത്. സ്നാനത്തിൻ്റെ അനിവാര്യതയാണത് കാണിക്കുന്നത്. പുതിയ നിയമം പിറക്കാൻ പോവുകയാണ് മാളിക മുറിയിൽ. അതുകൊണ്ടാണ് ഇസ്രായേലിനെ ചെങ്കടൽ വഴി കടത്തിവിട്ടത്. അല്ലെങ്കിൽ ആ ഫെലിസ്തീൻ ഹൈവേ വഴി കൊണ്ടുപോകാമായിരുന്നു. പിന്നീട് ചരിത്രത്തിൽ പ്രസംഗിക്കണം ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർക്ക്. ഈ ജനം വെള്ളത്തിലൂടെ കടന്നത് സ്നാനത്തിന് മുൻകുറി എന്ന് എഴുതി വെക്കണം പരിശുദ്ധാത്മാവിന്. അതുകൊണ്ടാണ് ഇവരെ ചെങ്കടൽ കടത്തിക്കൊണ്ടുപോയത്. ചെങ്കടൽ കടത്തി മറുകര കൊണ്ടുവന്നത് എന്തിനാ? അവരെ യുദ്ധാഭ്യാസം വരുത്താനാണ്. അവരെ യുദ്ധാഭ്യാസം വരുത്താൻ. കാരണം എന്താ? വാഗ്ദത്ത ഭൂമി കോൺക്വർ ചെയ്യണം. പ്രോമിസ് ലാൻഡ് ഇവർക്ക് പൊസസ് ചെയ്യേണ്ടതുണ്ട്. ആ കാരണത്താൽ ഇവിടെ യുദ്ധം പഠിപ്പിക്കണം. നേരെ ഹൈവേയിലൂടെ അങ്ങനെ തന്നെ പോയി ഈ കനാനി ചെന്ന് കഴിഞ്ഞാൽ അവരെ അടിച്ച് ഓടിക്കും. അടി കൊണ്ട് തിരിച്ചു പോകേണ്ടി വരും. അപ്പോൾ ഇവരെ കുറച്ച് സമയമെടുത്ത് ഈ മരുഭൂമിയിൽ പ്രാക്ടീസ് കൊടുക്കുകയാണ്. ചെറിയ ചെറിയ യുദ്ധങ്ങൾ. അങ്ങനെ യുദ്ധങ്ങളും പലവിധമായ പ്രതിസന്ധികളും ഇതെല്ലാം തരണം ചെയ്ത് കരുത്തുറ്റൊരു ജനമായിട്ട് അവർ മാറുകയാണ്. അങ്ങനെ അവർ മുൻപോട്ട് പോവുകയാണ്. ഇതിനിടയിൽ ഈ കരുത്തുറ്റ ജനത്തിൽ ബഹുഭൂരിപക്ഷവും മരുഭൂമി പട്ടുപോയെന്ന് പറഞ്ഞല്ലോ. അങ്ങനൊരു സംഭവമുണ്ട്. അത് വേറെ ടോപ്പിക്കാണ്. ഞാൻ ആ ടോപ്പിക്കിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഈ സ്നാനവുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറഞ്ഞു വരുന്നത്. അനേകരുടെ ഉള്ളിലെ കൺഫ്യൂഷനാണ്. സ്നാനപ്പെടണമെന്ന് എന്താ നിർബന്ധം? സ്നാനപ്പെട്ടില്ലേ സ്വർഗത്തിൽ പോവില്ലേ? അതിൻ്റെ എല്ലാം മറുപടിയായി പറയുന്നത്, ഒരുവൻ രക്ഷിക്കപ്പെട്ടാൽ അവൻ്റെ പേര് ജീവപുസ്തകത്തിൽ എഴുതുന്നു. പിറ്റേ ദിവസം നീ മരിക്കുകയാണെങ്കിൽ ഓക്കെ, നിൻ്റെ കാര്യം ഓക്കെ. രക്ഷിക്കപ്പെട്ടയാൾ എടുക്കപ്പെടും. കാരണം വചനമാകുന്ന വിത്തകത്ത് വന്നു. കുഞ്ഞാടിൻ്റെ രക്തത്താലാണ് കഴുകിയത്. സ്വർഗീയ ഗവൺമെൻറ്റിൻ്റെ പ്രോപ്പർട്ടിയായി മാറിക്കഴിഞ്ഞു. ആ പ്രോപ്പർട്ടി എവിടെ ഇട്ട് കളയാൻ പറ്റില്ല, അതിനെ കൊണ്ടുപോകും. പക്ഷെ താങ്കൾ മരിക്കുന്നില്ല, താങ്കൾ ഇവിടെ ജീവിക്കുക. എവിടെയാണ് ജീവിക്കുന്നത്? പത്രോസ് പറഞ്ഞ സ്ഥലത്താണ് ജീവിക്കുന്നത്. പത്രോസ് എന്നതാ പറഞ്ഞത്? വക്രതയും കോട്ടവും ഉള്ളൊരു തലമുറയുടെ നടുവിലാണ് നിങ്ങൾ ജീവിക്കുന്നതെന്ന്. പൗലോസ് എന്നാ പറഞ്ഞത്? ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിലാണ് ജീവിക്കുന്നതെന്ന്. അമ്പോ, ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ ആരാ ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത്? സാക്ഷാൽ ദുഷ്ടൻ. അതാരാ? സാത്താൻ നിയന്ത്രിക്കുന്ന ഒരു ലോകത്ത് നമ്മൾ ആയിരിക്കുന്നു. അപ്പോൾ തന്നെ രക്ഷിക്കപ്പെട്ടു. ഇത് പോരെ എന്ന് ചോദിച്ചാൽ, നീ സുവിശേഷം കേട്ടിട്ടില്ല സ്നേഹിത. രക്ഷയെക്കുറിച്ച് നിനക്കൊരു ABCD മനസ്സിലായിട്ടില്ല. കടന്നു വരൂ, സുവിശേഷം ഞങ്ങൾ പറഞ്ഞു കേൾപ്പിക്കാം. യാഗപീഠം വെളിപ്പെടുത്താം. ക്രൂശിനെ ഉയർത്തുന്നത് കേൾക്കുക. ക്രൂശിലേക്ക് നോക്കുമ്പോൾ അല്ലെങ്കിൽ ബലിപീഠത്തിലേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താ? ഈ പാപത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് എന്നെ ഉദ്ധരിക്കാൻ ഒരുവൻ സ്വർഗ മഹിമകളെ വെടിഞ്ഞ് താണിറങ്ങി വന്നു. എന്നിട്ട് ആ താണ അവസ്ഥയിൽ നിന്ന് എന്നെ പൊക്കിയെടുക്കുകയാണ്. പൊക്കിയെടുത്ത് എന്നെ ഉയർന്ന ഒരു തലത്തിലേക്ക്, ഉറപ്പുള്ളൊരു പാറമേലേക്ക് എന്നെ കൊണ്ടുവരികയാണ്. എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ എല്ലാം തുറന്നു വരികയാണ്. എനിക്ക് വേണ്ടി ഒരുവൻ കഴിച്ച പങ്കപ്പാടുകൾ, അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി, എല്ലാം ഞാൻ കാണുകയാണ്. പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ദൈവത്തിൻ്റെ നീതി വിറച്ചുപോയി. ഭയാനകമായ ന്യായവിധി എല്ലാം കണ്ണാലെ കണ്ടു. ആ കാഴ്ചയെല്ലാം കണ്ടവൻ, അവനോടാ പരിശുദ്ധാത്മാവ് ചോദിക്കുന്നത്, നിന്നെ രക്ഷിച്ചവനോട് ചേരുന്നുണ്ടോയെന്ന്. അന്നേരമാണ് അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെയുള്ള ചില പണ്ഡിത ശിരോമണികൾ വേദപുസ്തകത്തിൻ്റെ മുക്കും മൂലയും വായിച്ചിട്ട് കമൻ്റ് എഴുതാൻ വരിക. സ്നാനപ്പെടണമെന്ന് എന്താ അത്ര നിർബന്ധം?
അവിടെ എവിടെയാണ് സ്നാനം? പൗലോസ് ആരെയാണ് സ്നാനപ്പെടുത്തിയത്? പൗലോസ് പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ സ്നാനപ്പെടുത്താനല്ല വന്നതെന്ന്. പൗലോസ് സുവിശേഷം അറിയിക്കാൻ വന്നെന്നാണ് പറഞ്ഞത്. സ്നാനത്തിന് പ്രസക്തിയില്ലെന്നല്ല പൗലോസ് പറയുന്നത്. സമയമില്ലല്ലോ സഹോദരങ്ങളെ. 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിലെ ആ വാക്യം അനേകർ, ഇപ്പോൾ പെന്തിക്കോസുകാരും അതൊക്കെ, പെന്തിക്കോസ് മീൻസ് ഈ ന്യൂജന്മാരൊക്കെ അത് മിസ്കോട്ട് ചെയ്യുന്നുണ്ട്. ആ വാക്യം തെറ്റായ നിലയിൽ ആ വാക്യം പ്രചരിപ്പിക്കുന്നുണ്ട്. ആ 1-ാം അധ്യായത്തിൽ പൗലോസ് ചില കാര്യങ്ങൾ പറയുകയാണ്, ചില ഗൗരവമായ കാര്യങ്ങൾ. അവിടെ ചില ഡിവിഷൻസിനെ കുറിച്ച് പറയുകയാണ്. ചിലർ അപ്പല്ലോസിൻ്റെ പക്ഷക്കാർ, ചിലർ പൗലോസിൻ്റെ പക്ഷക്കാർ, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ അവിടെയുണ്ട്. അങ്ങനത്തെ പല കാര്യങ്ങളും ഉള്ളപ്പോൾ പൗലോസ് ചോദിക്കുക, ഞാൻ നിങ്ങളെ ആരെങ്കിലും എൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്തിയിട്ടുണ്ടോ? നിങ്ങൾക്ക് വേണ്ടി ഞാനുള്ളൊരു രക്തം ഊറ്റിയിട്ടുണ്ടോ? അങ്ങനെ ഇവിടെ പൗലോസും ഇല്ല, പത്രോസും ഇല്ല, അപ്പല്ലോസും ഇല്ല, യാക്കോബും ഇല്ല, ഒരുത്തനും ഇല്ല. എല്ലാത്തിലും ക്രിസ്തുവാണ് മുൻപിൽ എന്നുള്ള നിലയിൽ കാര്യങ്ങളെ പറഞ്ഞു വന്നിട്ടാണ് പറയുന്നത്. സ്നാനത്തിന് പ്രസക്തിയില്ലെന്നല്ല താൻ പറയുന്നത്. താൻ പ്രധാനമായും പറയുന്നത് സുവിശേഷം അറിയിപ്പാൻ അഥവാ നിരപ്പിക്കാൻ വന്നു. അത് അവിടെ കൊണ്ട് തീരുമെങ്കിൽ താൻ റോമാലേഖനം എഴുതാൻ പറ്റുമോ? സ്നാനപ്പെടേണ്ട ആവശ്യമില്ല എന്ന് പൗലോസ് പറയുകയാണെങ്കിൽ പിന്നെ പൗലോസ് എങ്ങനെ റോമാലേഖനം എഴുതി വയ്ക്കും? റോമാലേഖനമൊക്കെ മാറ്റി കളയേണ്ടി വരും. അതുപോലെ മറ്റ് പല ലേഖനങ്ങളും ഒക്കെ എങ്ങനെ എഴുതി വയ്ക്കും? അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്തിട്ടാണ് വായിക്കേണ്ടത്. അല്ലാതെ ഒരു വാക്യം കൊണ്ട് കഥ പറയാൻ വരരുതെന്ന് മുന്നമേ പറഞ്ഞതുപോലെ വീണ്ടും പറയുകയാണ്. 1 കൊരിന്ത്യർ ലേഖനത്തിൻ്റെ തുടക്കത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ഞാൻ സ്തേഫാനോസിൻ്റെ ഭവനക്കാരെയോ മറ്റോ സ്നാനപ്പെടുത്തിയിട്ടുണ്ട്, വേറെ ആരെങ്കിലുമൊക്കെ സ്നാനപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഞാൻ ഓർക്കുന്നും കൂടെ ഇല്ലെന്നാണ് പറയുന്നത്. ആ കാരണത്താൽ പൗലോസ് പറയുന്നത് സ്നാനത്തിന് പ്രസക്തിയില്ലെന്നാ. അങ്ങനെയാണോ? ചിലർ പറയുന്നത് ഈ കാരണങ്ങൾ കൊണ്ട് പൗലോസ് പറയുകയാണ് സ്നാനത്തിനൊരു പ്രസക്തിയില്ല. അങ്ങ് വായിച്ചെടുക്കുകയാണ് മനുഷ്യർ. തെറ്റായ വായനകളാണതെല്ലാം. ശരിയായ വായന എന്താ? പൗലോസ് പറയുന്നത് താൻ നിരപ്പിക്കാൻ വന്നതാണ്. നിരപ്പിക്കപ്പെട്ടവൻ ദൈവത്തോട് അടുക്കണമെങ്കിൽ അടുത്ത പടിയാണ് വിശ്വാസ സ്നാനത്താൽ രക്ഷിച്ചവനോട് ചേരണം. ആ രക്ഷിച്ചവനെക്കുറിച്ചും രക്ഷിച്ച വിധത്തെക്കുറിച്ചും കൊടുത്ത വിലയെക്കുറിച്ചും തിരിച്ചറിയുന്ന ഒരുവൻ അവനോടൊരു സെക്കൻഡ് പറഞ്ഞാൽ മതി. നിന്നെ രക്ഷിച്ചവനോട് ചേരുന്നുണ്ടോ എന്ന് ചോദിച്ച് തീരുന്നതിന് മുമ്പ് അവൻ പറയും, യെസ് അടിയനിതാ. ഇത് മനസ്സിലായിട്ടില്ലെന്നേ. ഞാൻ വളരെ തുറന്നാ പറയുന്നത്. ബഹുഭൂരിപക്ഷം പേർക്കും രക്ഷ എന്തെന്ന് മനസ്സിലായിട്ടില്ല. കാരണം 2 മാസം പ്രായമായ കുഞ്ഞായിട്ടിരിക്കുമ്പോൾ അവരുടെ തലയിൽ കുറച്ച് വെള്ളം തളിച്ചു. ഞങ്ങളിന്ന് വെള്ളം തള്ളിയുടെ കാര്യങ്ങളൊക്കെ കാണിക്കാമെന്നുള്ള വിചാരത്തിലാണ് വന്നത്. പക്ഷേ സാധിച്ചില്ല. സാരമില്ല, നമുക്ക് നെക്സ്റ്റ് വീക്ക് ആ കാര്യങ്ങളെ കാണാം ദൈവം അനുവദിച്ചാൽ. അപ്പോൾ ഈ 2 മാസം പ്രായമായ കുഞ്ഞിൻ്റെ തലയിൽ വെള്ളം തളിക്കുമ്പോൾ ഈ കുഞ്ഞിന് ഈ കാര്യത്തെക്കുറിച്ച് ഒരു അറിവുമില്ല. ക്രൂശ് എന്താണെന്ന് ആ കുഞ്ഞിന് വെളിപ്പെട്ടിട്ടില്ല. ഈ തലത്തൊട്ടപ്പൻ എന്ന് പറയുന്ന ആക്കടെ കാര്യം അധികം പറയാതിരിക്കുക നല്ലത്. എല്ലാ തലത്തൊട്ടപ്പന്മാരുടെ കാര്യമല്ല കേട്ടോ. ഞാൻ ധാരാളം തലത്തൊട്ടപ്പന്മാരെ കണ്ടിട്ടുണ്ട്, മര്യാദക്കാരെയും കണ്ടിട്ടുണ്ട്, അല്ലാത്തവരെയും കണ്ടിട്ടുണ്ട്. ഇനി മര്യാദക്കാരെന്ന് പറയുന്ന തലത്തൊട്ടപ്പന് വല്ലതും അറിയാവോ? തലത്തൊട്ടപ്പൻ എല്ലാം പഠിപ്പിച്ച് വിടുകയാണോ? പഠിപ്പിച്ച് വിടുകയാണെങ്കിൽ ഇത് ഷാപ്പിൽ നിന്ന് ഇറങ്ങാൻ പഠിപ്പിച്ച് വിടുകയാണെങ്കിൽ ഇതെല്ലാം ഷാപ്പിൽ പോയി കിടക്കുമോ? തലത്തൊട്ടപ്പൻ ഇതൊക്കെ പഠിപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതൊക്കെ ഷാപ്പിൽ പോയി കിടക്കുമോ? അതെൻ്റെ ഒരു വലിയ ചോദ്യമാണ്. ജീവൻ്റെ പുതുക്കത്തിൽ നടക്കാനാണ് പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുന്നൊരു ജീവിതമാണെങ്കിൽ ഈ നസറാണി എങ്ങനെയാന്നേ ഈ ഷാപ്പിൽ പോയിരിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? അപ്പോൾ ഇതൊന്നും സംഭവിച്ചിട്ടില്ല. അകത്ത് ഒന്നും സംഭവിച്ചിട്ടില്ല. അകത്ത് സുവിശേഷം എന്ന കലപ്പ തലങ്ങും വിലങ്ങും കടന്നുപോയിട്ടില്ല. ഉഴുതുമറിക്കപ്പെട്ടിട്ടില്ല. ഹൃദയം ഒരുക്കപ്പെട്ടിട്ടില്ല. വിത്തകത്ത് വന്നിട്ടില്ല. പരിശുദ്ധ റൂഹായുടെ ഒരു ആവാസം ആ ജീവിതത്തിലില്ല. വെറും പാരമ്പര്യത്തിൻ്റെ പേരിൽ പുകഴുന്നെന്ന് മാത്രമേ ഉള്ളൂ. ചില അറിവുകളിൽ നിന്ന് ചില കാര്യങ്ങൾ പറയുന്നതേ ഉള്ളൂ. അതല്ലാതെ നമ്മളിപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ആ ശരിയായ ഒരു തലത്തിലേക്ക് വരികയാണെങ്കിൽ, വീണ്ടും ജനനത്തിൻ്റെ തലത്തിലേക്ക് വരികയാണെങ്കിൽ, കാര്യങ്ങളെ ഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് സ്നാനത്തിൻ്റെ ഗൗരവം മനസ്സിലാകും. സ്നാനത്തിൻ്റെ ഗൗരവം വളരെ കൃത്യമായിട്ട് മനസ്സിലാകും. അയാൾ ഒരിക്കലും ചോദിക്കില്ല സ്നാനപ്പെടേണ്ട ആവശ്യമുണ്ടോ എന്ന്. സ്വർഗത്തിൽ പോകാൻ സ്നാനപ്പെടണമെന്നൊക്കെ അതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത്. രക്ഷിക്കപ്പെട്ടാൽ പേര് ജീവപുസ്തകത്തിൽ വരും. പക്ഷേ ഈ ഭൂമി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ദൈവിക സംരക്ഷണമോ ദൈവിക കരുതലോ ലഭിക്കണമെങ്കിൽ സമ്പൂർണമായ സമർപ്പണത്തിലേക്ക് വരണം. ദൈവികമായ സംരക്ഷണം, പ്രൊട്ടക്ഷൻ എന്ന് പറയും. ആ സംരക്ഷണം നമുക്ക് ലഭിക്കണമെങ്കിൽ, ആ കരുതൽ ലഭിക്കണമെങ്കിൽ നാം നമ്മെ സമ്പൂർണമായി ഏൽപ്പിച്ചു കൊടുക്കണം. പൂർണ്ണമായും ദൈവത്തിൻ്റെ വകയായി മാറണം.
അതായത് കർത്താവ് വില കൊടുത്ത് വാങ്ങി, അത് തൻ്റേതായിട്ട് മാറണ്ടേ? ഇവിടെ നാം നമുക്കിഷ്ടമുള്ളതുപോലെ ജീവിക്കുമ്പോൾ കർത്താവിന് എങ്ങനെ പറയാൻ കഴിയുന്നത് എൻ്റെ മുതലാണ്, എൻ്റേതാണ്, എൻ്റെ വകയാണെന്ന് എങ്ങനെ പറയാൻ കഴിയും? അവിടെയാണ് സ്നാനത്തിൻ്റെ പ്രസക്തി. സ്നാനത്തിൽ നാം സമ്പൂർണ്ണമായി നമ്മെ സറണ്ടർ ചെയ്യുകയാണ്. അതൊക്കെ വളരെ വിസ്തരിച്ച് നമ്മൾ പറഞ്ഞിട്ടുള്ളവരാണ്. മെസ്സേജുകളിൽ അതൊക്കെയുണ്ട്. താല്പര്യമുള്ളവർക്ക് പോയി കേൾക്കാം. വളരെ വിസ്തരിച്ച് സറണ്ടർ ചെയ്യുന്ന വിധങ്ങൾ, അല്ലേ, സെയിൽ ഡീഡിൽ ഒപ്പിടുന്ന വിധങ്ങൾ, എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അത്ര സമഗ്രമായൊരു പഠനത്തിലൂടെ കടന്നുപോയ ആളുകളാണ് നമ്മൾ. നമ്മളോടാ ചിലർ വന്ന് പറയുന്നത് സ്നാനപ്പെടണോ സ്വർഗത്തിൽ പോകാനെന്നൊക്കെ. ഒരു പുച്ഛസ്വരത്തിലാണ് ചില മനുഷ്യർ ഇടപെടുന്നത്. എത്രയോ നാളുകൾ കൊണ്ട് പഠിച്ചതും ആർജിച്ചെടുത്തതുമായ കാര്യങ്ങളാണ്. ആ കാര്യങ്ങളാണ് നമ്മൾ സവിസ്തരം പ്രസ്താവിക്കുന്നത്. അതുകൊണ്ട് സൗരങ്ങളെ ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചതിൻ്റെ ഒരു തുടർച്ച എന്നോണമാണ് ഇന്ന് പറഞ്ഞത്. അധികം വാക്യങ്ങൾ വായിച്ചിട്ടില്ല. അധികം വാക്യങ്ങൾ വായിച്ചിട്ടില്ല. നമുക്ക് അടുത്ത ദിവസം കുറേ വാക്യങ്ങളും കൂടെ വായിച്ച് ഈ കാര്യങ്ങൾക്ക് ഒരു നല്ല പരിസമാപ്തിയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. നല്ലൊരു പരിസമാപ്തിയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. എന്നാൽ അത്യാവശ്യം ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മിസ്രയീം വിടുന്നു, ചെങ്കടൽ കടക്കുന്നു, ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായി തീരുന്നു. അങ്ങനെ അനവധി കാര്യങ്ങൾ ഇന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും ജനനം നിർബന്ധമാണ്. വീണ്ടും ജനിച്ചവൻ സ്നാനപ്പെടണം എന്നുള്ളതിന് തർക്കമേ ഇല്ല. തർക്കിച്ചിട്ട് കാര്യമില്ല, ജയിക്കാൻ പോകുന്നില്ല. അപ്പോൾ അത് തർക്കിച്ചാലും അതിനെ മറികടക്കാനുള്ള വചനം വിശുദ്ധ തിരുവെഴുത്തിലുണ്ട്. അപ്പോസ്തലന്മാർ കാണിച്ച പ്രാക്ടീസുകളുണ്ട്. നമ്മളിവിടെ സവിസ്തരം ഘോഷിക്കുന്നത് അപ്പോസ്തലന്മാരുടെ നടപടിക്രമങ്ങളാണ്. മുൻകാലത്ത് അപ്പോസ്തലന്മാർ ചെയ്ത കാര്യങ്ങളാണ്. അതിനെയൊന്നും മാറ്റാനോ മറിക്കാനോ ഇട്ടിരിക്കുന്ന അടിസ്ഥാനം നീക്കാനോ ഒരുവനും അധികാരമില്ല. ആ അടിസ്ഥാനം അങ്ങനെ തന്നെ നിൽക്കും. ക്രിസ്തു എന്ന അടിസ്ഥാനത്തിൽ മീതെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന ഗണത്തിൽ മുകളിലേക്കൊരു പണിയുണ്ട്. ആ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പണിയുടെ ഭാഗമാകുവാൻ നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യം ലഭിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. മറ്റനേകർ പ്രിയപ്പെട്ടവർ, നമ്മുടെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസവുമായ പ്രിയപ്പെട്ടവർ ഈ സത്യങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് ഈ പണിയുടെ ഭാഗമായി തീരുവാൻ, സത്യസഭയുടെ ഭാഗമായി തീരുവാൻ, അപ്പോസ്തലന്മാർ തെളിച്ച പാതയിലൂടെ നടക്കുവാൻ, ആ സത്യപാതയിലൂടെ നടക്കുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.